കർത്താവായ ദൈവമേ, അടിയങ്ങൾ തിരുസന്നിധിയിലേക്ക് ഈ വെള്ളിയാഴ്ച ദിവസം എൻ്റെ കാൽവറിയുടെ ചൂട്ടിലേക്ക് തന്നെ സമീപിച്ച് അടുത്തു വരുന്നു. ചുടുചോര ഒഴുകിയിറങ്ങുന്ന മരക്കുരിശിന്മേൽ നിൻ്റെ തിരുസാന്നിധ്യത്തെയും തകർക്കപ്പെട്ട ശരീരത്തെയും ദർശിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി യാഗമായ ഈ ദിവസത്തെ നിൻ്റെ സന്നിധിയിൽ ആയിരിക്കാൻ തക്കവണ്ണം കൃപയോടെ അനുവദിച്ച് മുറിവേറ്റ തകർക്കപ്പെട്ട ശരീരത്തിൻ്റെ കീഴിലിരുന്നുകൊണ്ട് തന്നെ നിൻ്റെ വചനത്തിൻ്റെ രഹസ്യങ്ങളെ ധ്യാനിക്കുവാൻ വേണ്ടി ഈ ദിവസത്തെ ഞങ്ങൾക്ക് വേർതിരിച്ച് ഈ ആലയത്തിലേക്ക് ഞങ്ങളെ വിളിച്ച് അടുപ്പിച്ചിരിക്കുന്നതിനാൽ തിരുനാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഏകസത്യദൈവമായ നിന്നെ അയച്ചവനിൽ വിശ്വസിക്കുകയും ചെയ്യുന്നത് തന്നെ നിത്യജീവനാകുന്നു എന്ന് നീ പഠിപ്പിച്ചിരിക്കുന്നു. അവനിലല്ലോ ദൈവത്തിൻ്റെ സർവസമ്പൂർണതയും ദേഹരൂപമായി വസിക്കുന്നത്. അവനിൽ ജ്ഞാനത്തിൻ്റെയും പരിജ്ഞാനത്തിൻ്റെയും നിക്ഷേപങ്ങളെല്ലാം ഗുപ്തമായിരിക്കുന്നു. കർത്താവേ, ഇത് തിരിച്ചറിയുന്നവർ വളരെ കുറവാണല്ലോ. നാഥ, നിന്നിൽ നിന്നും പ്രാപിക്കുന്നതിനേക്കാൾ കൂടുതൽ നിന്നെ തന്നെ പ്രാപിക്കുവാൻ ഞങ്ങളെ നീ ആത്മീയമായി ഉയർത്തി വളർത്തണമേ. നാഥ, കൂടി വന്നിരിക്കുന്ന എല്ലാവരെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളെ അനുഗ്രഹിക്കണമേ. വചനം ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ നിൻ്റെ പരിജ്ഞാനത്തിൽ നിറയ്ക്കണമേ. കർത്താവേ, ഞങ്ങളുടെ വ്യക്തിപരമായ പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും അവിടുന്ന് അറിയുന്നുണ്ടല്ലോ. നിൻ്റെ ജ്ഞാനത്തിൽ ഞങ്ങൾ നിറയുമ്പോൾ അവയെല്ലാം സൗഖ്യമാക്കപ്പെടുമെന്ന് ഞങ്ങൾ വിശ്വസിക്കും. കർത്താവേ, ലാസറിൽ നിന്ന് ഞങ്ങൾ പഠിച്ച കാര്യങ്ങൾ നിൻ്റെ നാമം മഹത്വപ്പെടുവാൻ വേണ്ടി ചില അഴുകുകൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ അതിനെ പ്രതി ഒരുപാട് വ്യാകുലരാകാതെ അവിടെ ഞങ്ങളെ അടുക്കിലേക്ക് ഓടി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തക്ക സമയത്ത് ഞങ്ങളിലേക്ക് അടുത്തു വരുന്നവനായി ഞങ്ങളുടെ സ്നേഹിതനും നാഥനുമായ കർത്താവായ യേശുവമ്പുരാനെ, ബഥാനിയയിലേക്ക് നിൻ്റെ സ്നേഹിതൻ്റെ ഭവനത്തിലേക്ക് നീ എഴുന്നള്ളിയ പ്രകാരം ഇന്നിപ്പോൾ ഈ സമയം തന്നെ ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് നീ എഴുന്നള്ളി ഞങ്ങളിൽ അഴുകിക്കിടക്കുന്ന ലാസറുമാരെയെല്ലാം നിൻ്റെ തിരുവചനത്തിൻ്റെ ശബ്ദത്താൽ ഉയർപ്പിക്കണമേ. കർത്താവെ, മാർത്തയെപ്പോലെ ഞങ്ങൾ വിവിധ കാര്യങ്ങളിൽ ഓടി നടക്കുമ്പോൾ നിൻ്റെ കാൽപാദത്തിൽ ഇരിക്കുവാൻ ഞങ്ങൾ മറന്നുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഈ സമയത്ത് ഞങ്ങളെ പൂർണ്ണമായി തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. വചനത്തിൻ്റെ വിത്തുകൾ അവിടുന്ന് തന്നെ വിതരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എളിയ അടിയന് വിതയ്ക്കുന്ന ഒരുവൻ്റെ എളിയ ജോലി മാത്രമേ ഉള്ളൂ. വിത്ത് പാകിത്തരേണ്ടത് അവിടുന്ന് തന്നെയാണ്. അത് വളർത്തേണ്ടതും അവിടുന്ന് തന്നെയാണ്. നല്ല നിലത്തിൽ അത് വീഴുവാൻ ഞങ്ങൾക്ക് കൃപ നൽകുകയും ഞങ്ങളുടെ ഹൃദയവയലുകളെ നീ പ്രകാശിപ്പിക്കുകയും ചെയ്യണമേ. ഇപ്പോൾ ദൈവമായ കർത്താവേ, ഞങ്ങളിലുള്ള എല്ലാ വ്യാപാരങ്ങളെയും തിരുസന്നിധിയിലേക്ക് സമർപ്പിക്കുന്നു. ഞങ്ങളുടെ പാപാവസ്ഥകൾ, ഞങ്ങൾ ചെയ്തു പോയ തെറ്റുകൾ, ഞങ്ങൾ നിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നുപോയിട്ടുള്ള എല്ലാ കാര്യങ്ങളും, നിസ്സാരമെന്ന് ഞങ്ങൾ കരുതിയിരുന്നവയെല്ലാം ഞങ്ങൾക്ക് നിൻ്റെ സന്നിധിയിൽ നിന്നുള്ള കൃപയുടെ നഷ്ടത്തിന് ഇടയാക്കിയതിൽ അത് ഞങ്ങളെ തിരിച്ചറിയിപ്പിച്ചതിനാലും ഞങ്ങളെ വിളിച്ചടുപ്പിച്ചതിനാലും ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. അഴുക്ക് ചാലുകളിൽ വീണുപോയ ഞങ്ങളെ നിൻ്റെ വിശുദ്ധമായ കൈകൾ തന്നെ നീട്ടി വീണ്ടും ഞങ്ങളെ കോരിയെടുത്തതിനാൽ നിന്നെ സ്തുതിക്കുന്നു. ഇപ്പോൾ ദൈവമായ കർത്താവേ,
ഞങ്ങളുടെ ജീവിതം കൊണ്ട് ഞങ്ങൾ നിന്നെ സന്തോഷിപ്പിക്കുകയും പ്രസാദിപ്പിക്കുകയും ചെയ്യുവാൻ സംഗതിയാകണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ തിരുസന്നിധിയിൽ ഓർക്കുന്നു. ഈ ലോകം ദുഷ്ടൻ്റെ അധീനതയിൽ കിടക്കുന്നുവെന്ന് യോനാശ്ലീഹ പഠിപ്പിക്കുമ്പോൾ തിന്മയുടെ വ്യാപാര മണ്ഡലങ്ങളിലേക്ക് അവർ ചാഞ്ഞു വീണു പോകാതെ നിൻ്റെ വചനത്തിൻ്റെ ചങ്ങലകളാൽ അവരെ കോർത്ത് ഇണക്കി ബന്ധിച്ച് നിർത്തിക്കൊള്ളണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്തിൻ്റെ ചങ്ങലകൾ അവരുടെ ഹൃദയത്തിന്മേലും മറ്റേറ്റം നിൻ്റെ കാൽവറിയുടെ കുരിശിൻ്റെ ചുവട്ടിലും ബന്ധിച്ച് നിർത്തിക്കൊള്ളണമേ. ലോകത്തിൻ്റെ പൈശാചിക വ്യാപാരങ്ങളിലേക്ക് ഞങ്ങളുടെ ദേഹി ഞങ്ങളെ വലിച്ചഴയ്ക്കാതെ ആത്മാവ് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കുവാനും മറിയെപ്പോലെ പാദത്തിലിരുന്നുകൊണ്ട് നിന്നിൽ നിന്ന് പ്രാപിപ്പാനും ഞങ്ങളെ നീ അനുവദിക്കണമേ. ഞങ്ങളുടെ കുടുംബജീവിതത്തെ നീ അനുഗ്രഹിക്കണമേ. അസ്വസ്ഥതകളും ഭാരങ്ങളും നൊമ്പരങ്ങളും കുടുംബജീവിതത്തിലേക്ക് പിശാച് പ്രവേശിച്ചിരിക്കുന്നതിനെ കർത്താവെ ഏറ്റെടുത്തുകൊണ്ട് അവനെ തോൽപ്പിക്കുവാനുള്ള വിശ്വാസത്തിൻ്റെ തീഷ്ണത ഞങ്ങൾക്ക് നൽകണമേ. കർത്താവെ, എബ്രായ ലേഖനം 11 അധ്യായത്തിൽ വിശ്വാസത്താൽ അനേക പിതാക്കന്മാർ നിന്നിലേക്കുള്ള ജീവയാത്രയിൽ ധൈര്യം കാണിച്ച് മുന്നേറിയതുപോലെ വിശ്വാസസ്ഥൈര്യത്താല ദൃഢചിത്രന്മാർ ദണ്ഡനമമ്പെ കണ്ടിട്ടും നിന്നു നിർഭയരായി എന്ന സഹോദരന്മാരെ പറ്റി ഞങ്ങൾ പാടുന്നതുപോലെ പ്രതികൂലമായ വിവിധ സാഹചര്യങ്ങൾ തിന്മവട്ടുവാൻ ഞങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഞങ്ങളിൽ കൂടെ തന്നെ അത് നിർവഹിക്കുവാൻ ശ്രമിക്കുമ്പോൾ അവയെല്ലാം തോൽപ്പിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നീ നൽകണമേ. ചീത്തത്തരം, പൊട്ടച്ചൊല്ല്, കളിവാക്ക്, അസൂയ, നിന്ന, മദ്യപാനം, ഏഷണി, ദ്വന്ദ്വപക്ഷം, അസൂയ, ഭിന്നത, കോപം, ശാഠ്യം മുതലായ പാപങ്ങളിൽ നിന്ന് ഞങ്ങളെ നീ സ്വതന്ത്രരാക്കണമേ. കർത്താവെ, നിൻ്റെ രാജ്യത്തിലെ നിയമങ്ങൾ പാലിക്കുവാൻ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആവശ്യമായിരിക്കുന്നുവെന്ന് ഞങ്ങളെപ്പോഴും തിരിച്ചറിഞ്ഞുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിക്കായി എപ്പോഴും കാത്തിരിക്കുന്നവരാകണമേ. ഓരോ ദിവസവും രാവിലെയും വൈകിട്ടും പിശാചിന് കയറുവാനുള്ള പഴുതുകൾ ഞങ്ങളുണ്ടാക്കി കൊടുക്കാതെ ആ പഴുതുകൾ നിൻ്റെ കാൽവരിയുടെ മരക്കുരിശിനാൽ അടച്ച് അവന് ഒരു രീതിയിലും കയറുവാൻ സാധിക്കാതെ വണ്ണം അതിനെ നീ ബന്ധിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ ദേഹിയിൽ കൂടെയും ദേഹത്തിൽ കൂടെയും പഴുതുകളുണ്ടാകുവാൻ സാധ്യതയുള്ളതിനാൽ നിൻ്റെ ദേഹം ആ പഴുതുകളെ അടയ്ക്കുവാൻ സഹായകമായി ഞങ്ങളിൽ മറഞ്ഞിരിക്കുന്ന നിൻ്റെ പരിശുദ്ധ ശരീരവും രക്തവും ഞങ്ങളെ ബലപ്പെടുത്തിക്കൊള്ളണമേ. നിൻ്റെ മാതാവും സകല പരിശുദ്ധന്മാരും ശുദ്ധിമതികളും ഞങ്ങൾക്ക് വേണ്ടി നിന്നോട് അപേക്ഷിക്കുന്നു. അവരുടെ യാചനകളെയും മധ്യസ്ഥതകളെയും നീ കൈക്കൊണ്ട് പാപികളും ദോഷികളുമായ ഞങ്ങളോട് കരുണ ചെയ്ത് മുടിയനായ പുത്രനെ സ്വീകരിച്ചതുപോലെ ചേർത്തണച്ച് മാറോട് ചേർത്ത് ഞങ്ങളെ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സഭയെ നീ കാത്തുകൊള്ളണമേ. എല്ലാ സഭകളിലും ഭിന്നതകളും വഴക്കുകളും വൈരാഗ്യങ്ങളും പിശാച് വിതറുമ്പോൾ സ്നേഹമേറിയ യേശുവേ, നിൻ്റെ കാൽവറിയിലെ സ്നേഹത്തിൻ്റെ യോഗ്യതയാൽ സ്നേഹത്തെ വിളമ്പുവാനും വചനത്തെ ശരിയായി മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും അതനുസരിച്ച് ജീവിക്കുവാനും ഞങ്ങളെ നീ ബലപ്പെടുത്തണമേ. ഞങ്ങളെ രോഗികളെ നീ ആശ്വസിപ്പിക്കണമേ. രോഗാർത്തരായി കഴിയുന്ന അനേകർ പ്രാർത്ഥനയ്ക്കായിട്ട് പേര് തന്നിട്ടുണ്ട്. ഹൃദയ സംബന്ധമായി, കിഡ്നി സംബന്ധമായി, മരണകരമായി രോഗത്തോട് മല്ലിടുന്ന അനേകർ, അവരെല്ലാം പേര് തന്നവരെയും തരാത്തവരെയും ഇവിടെ ആയിരിക്കുന്നവരെയും ചെറുതും വലുതുമായിരിക്കുന്ന എല്ലാ ശാരീരിക മാനസിക ക്ലേശത്തിൽപ്പെട്ടിരിക്കുന്നവരെയും തിരുസന്നിധിയിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. നാഥാദൈവമേ,
മനക്ലേശ തരംഗങ്ങളാൽ ഞങ്ങളുടെ ഹൃദയം പിടയ്ക്കുമ്പോൾ ചുടുചോര ഞങ്ങളുടെ കണ്ണിൽ കൂടി ചാലിച്ചിറങ്ങുമ്പോൾ കർത്താവേ, ഞങ്ങളുടെ ജലധാരകളെ നിൻ്റെ തുരുത്തിയിൽ ശേഖരിച്ചു വയ്ക്കുകയും അവയുടെ ശക്തിയാൽ നിൻ്റെ മാർവിൽ നിന്നൊഴുകിയ വെള്ളത്തിൻ്റെ ഒഴുക്കിനാലും ഞങ്ങളുടെ നേരെ വരുന്ന എല്ലാ അഗ്നികുണ്ഡങ്ങളെയും അത് കെടുത്തിക്കളയുമാറാകണമേ. ധാരാളമായി നിൻ്റെ സന്നിധിയിൽ കരയുവാൻ തക്കവണ്ണം കണ്ണുനീരിൻ്റെ വരത്തെ ഞങ്ങൾക്ക് നൽകണമേ. നിന്നെ അനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ എപ്പോഴും ഞങ്ങളോട് കൂടെ ഇരിക്കണമേ. ഒരു നിമിഷം പോലും നിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് വ്യതിചലിക്കുന്ന യാതൊന്നും അറിഞ്ഞോ അറിയാതെയോ ചെയ്യുവാൻ ഞങ്ങൾക്ക് സംഗതിയാകാതെ നിൻ്റെ കാൽവറിയിൽ ഞങ്ങളെ നീ ബന്ധിച്ച് നിർത്തിക്കൊള്ളണമേ. നിൻ്റെ മാലാഖമാരെ ഞങ്ങൾ കാവലായി നീ തന്നിരിക്കുന്നുവല്ലോ. അവരുടെ പരിശുദ്ധിയിൽ ഞങ്ങൾ ആശ്രയിക്കുന്നു. അഗ്നിമയന്മാർ ആരെ നോക്കി വിറച്ചിടുന്നോ അവനെ ഞങ്ങൾ ഭക്ഷിച്ച് തൃപ്തരായിരിക്കുന്നതിനാൽ ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. ദൈവമേ, നീ പരിശുദ്ധനാകുന്നു. ബലവാനെ, നീ പരിശുദ്ധനാകുന്നു. മരണമില്ലാത്തവനെ, നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി നീ യാഗമായി കുരിശിന്മേൽ അർപ്പിക്കപ്പെട്ടവനാകുന്നു. നീ പരിശുദ്ധനാകുന്നു. കർത്താവേ, ആയതിനാൽ ഞങ്ങളോട് നീ കരുണ ചെയ്യണമേ. ദൈവമേ, നിൻ്റെ അനേക ശിഷ്യന്മാർക്കും അപ്പോസ്തലന്മാർക്കും സഹോദയന്മാർക്കും മൗദ്യാനന്മാർക്കും ഇഹിതയക്കാർക്കും ദേറാക്കാർക്കും നിന്നിൽ ആശ്രയിച്ച് നിന്നിൽ മാത്രം ശരണപ്പെട്ടുകൊണ്ട് നിന്നെ മാത്രം നോക്കി പാത്തിരുന്നവരുടെ മേൽ അവർക്ക് വേണ്ടതെല്ലാം അവരുടെ ജീവിതാന്ത്യം വരെ ചെയ്തു കൊടുത്ത് അവരെ പോഷിപ്പിച്ച് നിൻ്റെ പരിജ്ഞാനത്തിൽ നിറച്ചവനായ കർത്താവേ, ഈ സമയം ഞങ്ങൾക്കുള്ള കുറവുള്ളവരെങ്കിലും ബലഹീനരെങ്കിലും ഞങ്ങളും നിൻ്റെ പരിജ്ഞാനത്തിനായി നോക്കി പാർക്കുന്നു. ഞങ്ങളോട് നീ കരുണ ചെയ്ത് നിൻ്റെ കരുണയുടെ ചെറുകിൽ ഞങ്ങളെ മറച്ച് നിന്നിൽ തന്നെ എപ്പോഴും ആയിരിക്കുവാനും നിന്നിൽ തന്നെ തുടങ്ങുവാനും നിന്നിൽ തന്നെ ജീവിക്കുവാനും നിന്നിൽ തന്നെ പര്യവസാനിക്കുവാനും ഞങ്ങൾക്ക് നീ ശക്തി നൽകണമേ. നിനക്കില്ലാതിരുന്നതായി ഞങ്ങൾക്കുള്ളതിൽ നിന്നെല്ലാം നീ എടുത്തു മാറ്റി ഞങ്ങൾക്കില്ലാതിരുന്നതായി നിനക്കുള്ളതിൽ നിന്ന് ഞങ്ങൾക്ക് നീ നൽകണമേ. പൂർണ്ണമായും ഈ സമയത്തെ അവിടുന്ന് ഏറ്റെടുത്ത് വന്നിരിക്കുന്ന എല്ലാവരിൽ മേലും നിൻ്റെ പരിശുദ്ധാത്മാവിനെ പകരണമേ. ഇവർ വന്നിരിക്കുന്ന ഈ സമയത്തെ അവർക്ക് ശരിയായ രീതിയിൽ 30, 60, 100 മീനി ഇരട്ടിയായി മുതലാക്കി കൊടുക്കണമേ. ദൂരെ നിന്നും അടുത്തു നിന്നും വന്നിരിക്കുന്ന എല്ലാവരും അവരേറ്റെടുത്തിരിക്കുന്ന ക്ലേശതകളും കഷ്ടതകളും എല്ലാം ഓർത്ത് അവരുടെ മേൽ നീ കരുണ ചെയ്യണമേ. ഇപ്പോൾ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. നിൻ്റെ വചനത്തിൻ്റെ സാരാംശങ്ങളെ ഞങ്ങളെ പഠിപ്പിച്ച് അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവന വിശുദ്ധിയുള്ള പരിശുദ്ധ റൂഹായുടെയും ധന്യമുള്ള തിരുനാമത്തിൽ തന്നെ ആമീൻ. കർത്താവിൽ അനുഗ്രഹീതരെ, യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ അതീവ രഹസ്യ മർമ്മങ്ങളിലേക്ക് നമ്മൾ ഈ വചനയാത്ര കൊണ്ടുപോകുമ്പോൾ കർത്താവ് തന്നെ അതിൻ്റെ മർമ്മങ്ങളെല്ലാം വെളിപ്പെടുത്തി തരുവാനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ കൂടുതലായി ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കാം. 11-ാം അധ്യായത്തിൻ്റെ 16 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ധ്യാനിച്ച് അതിൻ്റെ രഹസ്യാത്മകമായ മർമ്മങ്ങളെ ദൈവസന്നിധിയിൽ നിന്ന് അയവിറക്കി കഴിഞ്ഞു, അത് മനസ്സിലാക്കി കഴിഞ്ഞു. കർത്താവ് സ്നേഹിച്ച ഒരു ഭവനം അത് നമ്മുടെ ശരീര ആത്മദേഹിയോട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ആ ഭവനം നമ്മളാണ്. നമ്മുടെ ശരീരം ലാസറാണ്. നമ്മുടെ ദേഹമണ്ഡലങ്ങൾ
അല്ലെങ്കിൽ നമ്മുടെ ബോധവിചാര മണ്ഡലങ്ങൾ മാർത്തയാണ്. മറിയ നമ്മുടെ ആത്മാവിനെ പ്രതിനിധീകരിക്കുന്നതാണ്. കർത്താവിൻ്റെ സാന്നിധ്യം പരിശുദ്ധാത്മാവാണ്. ഇതാണ് നമ്മളെന്ന് പറയുന്നത്. നമുക്കൊരു ശരീരമുണ്ട്, നമുക്കൊരു ദേഹിയുണ്ട്, നമുക്കൊരു ആത്മാവുണ്ട്. ഈ ആത്മാവിന്മേൽ പരിശുദ്ധാത്മാവിൻ്റെ ബന്ധം കിട്ടുന്നത് പരിശുദ്ധ മാമോദീസയിലാണ്. അതോടുകൂടി നമ്മുടെ ശരീരത്തിൻ്റെ അവകാശം ഇനി നമ്മൾക്കല്ല, അത് പരിശുദ്ധാത്മാവിനാലാണ്. കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ അത് പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. 1 കൊരിന്ത്യർ 6-19 ദൈവത്തിൻ്റെ ദാനമായി നിങ്ങളിലിരിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാകുന്നു നിങ്ങളുടെ ശരീരം എന്നും നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാൽ നിങ്ങൾ താന്താങ്ങൾക്കുള്ളവർ അല്ല എന്നും അറിയുന്നില്ലയോ? ആകയാൽ നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവിൻ. ശരീരം കൊണ്ട് ഒരു മഹത്വത്തിന് ശരീരത്തെ ചിലപ്പോൾ അഴുകുവാൻ തന്നെ ദൈവം അനുവദിക്കും. ലാസർ നമ്മുടെ ശരീരത്തിൻ്റെ പ്രതീകമാകുന്നു എങ്കിൽ ആ ശരീരത്തെ ദൈവം സ്നേഹിച്ചിരുന്നു. ലാസർ ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ഏറ്റവും അടുത്ത സ്നേഹിതനായിരുന്നു. ഏറ്റവും അടുത്ത സ്നേഹിതൻ എന്ന് പറഞ്ഞാൽ പോരാ, ഹി വാസ് ദ ക്ലോസസ്റ്റ് ഫ്രണ്ട്, ഏറ്റവും അടുത്ത സ്നേഹിതൻ. പക്ഷെ ആ സ്നേഹിതനെയാണ് കർത്താവ് രോഗമായി കിടന്ന സമയത്ത് സന്ദർശിക്കാതെ ഇരുന്നതും മരിച്ചിട്ട് അഴുകുവാൻ പോലും അനുവദിച്ചത്. മരിച്ചു കഴിഞ്ഞു എന്ന് ഉറപ്പ് കഴിഞ്ഞിട്ടാണ് കർത്താവ് താൻ ഇരുന്ന പ്രദേശത്തു നിന്നും പുറപ്പെടുന്നത് തന്നെ. അവിടുന്ന് കുറച്ച് യാത്ര ചെയ്യണം. ഇത് ബോധപൂർവം കർത്താവ് അഴുകുവാൻ വിട്ടത്, ചില അഴുകുകൾ ദൈവനാമ മഹത്വത്തിനായിട്ട് പരിണമിക്കും. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ ശരീരത്തിനോ മനസ്സിനോ വരുന്ന പല ദുരിതങ്ങൾക്കും പിന്നിലൊരു പാപമുണ്ട്. പക്ഷേ ചിലത് പാപത്തിൻ്റെ ഫലമായിട്ടല്ല, ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് തന്നെ ബോധപൂർവം അതിന് ശക്തിയുള്ളവർക്ക് കർത്താവ് അത് അനുവദിക്കും. അതിന് വേറെ മഹത്വത്തിൻ്റെ കിരീടമുണ്ട്. അത് സാധാരണ പോലെ അല്ലത്. നമുക്ക് വന്നുചേരുന്ന ദുരിതമാണെങ്കിൽ പോലും പാപത്തിൻ്റെ ഫലമായിട്ട് വരുന്നതിനെ പോലും കർത്താവ് തൻ്റെ കൈ നീട്ടി നമ്മളെ രക്ഷിക്കും. പക്ഷെ ചിലത് വിശുദ്ധരായവർക്ക്, കർത്താവിനെ അനുസരിച്ച് ജീവിക്കുന്നവർക്ക് തന്നെ ചിലപ്പോൾ ഭീകരമായ ശാരീരിക ക്ലേശങ്ങളുണ്ടാവാം. പരിമൽ തിരുമേനിയെ നമ്മൾ വിശുദ്ധനായിട്ട് കാണുമ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് ശാരീരിക ക്ലേശങ്ങളുണ്ടായിരുന്നു. മാത്രമല്ല മരിക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് ഭീകരമായ വേദന ശരീരത്തുണ്ടായിരുന്നു. മരിക്കുന്നതിന് 2-3 ദിവസം മുമ്പ് അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഇന്ന് എത്രയാണ് തീയതി? അദ്ദേഹം പ്രത്യേകമായൊരു ആത്മീയ വലയത്തിലായിരുന്നതുകൊണ്ട് വിശുദ്ധന്മാർക്ക് അവരുടെ മരണത്തെപ്പറ്റിയുള്ള കാര്യങ്ങൾ മുന്നമേ ദൈവം അറിയിച്ചു കൊടുക്കും. നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ട ഒരു വിഷയമാണത്. മരണത്തെ പറ്റി നമ്മൾ ബോധവാന്മാരാകുകയും ആ മരണത്തിൻ്റെ ദിവസം നമ്മൾ കർത്താവുമായിട്ടുള്ള ആത്മീയ ബന്ധത്തിൽ എങ്ങനെയായിരിക്കണമെന്ന് മുന്നമേ കണ്ട് നമ്മൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കേണ്ടതാണ്. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഈ കാര്യം എപ്പോഴെങ്കിലും വന്നിട്ടുണ്ടോ? കർത്താവേ, എൻ്റെ മരണം എവിടെയായിരുന്നാലും, അത് ഓടെ കിടന്ന് മരിച്ചാലും കൊള്ളാം, നിൻ്റെ സാന്നിധ്യത്തിലാവണം, അതുമാത്രം മതി. സാധാരണ മരണമെന്നൊക്കെ കേൾക്കുമ്പോൾ നല്ല മരണം എന്ന് പറഞ്ഞാൽ നമ്മളെന്താ വിചാരിച്ചിരിക്കുന്നത്? നല്ല മരണം എന്ന് പറയുമ്പോൾ പല വീടുകളിലും നമ്മൾ മരണത്തെപ്പറ്റിയൊക്കെ
പറയുകയും കേൾക്കുകയും ചെയ്യുന്ന സമയത്ത് മക്കളെല്ലാം കൂടി വന്നിരുന്നു, വേദപുസ്തകമൊക്കെ വായിച്ചു, അത്യുന്നതൻ്റെ മറവിൽ വസിക്കുകയും സർവശക്തിൻ്റെ നിഴലിൽ പാർക്കുകയും ചെയ്യുന്നുള്ള സങ്കീർത്തനം വായിച്ചു. മേലുള്ള ഇരങ്ങളിൽ സ്വർഗീയ മാലാഖമാർ സ്തുതിക്കുന്ന പോലെ ബലഹീനം പാപികളുമായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു എന്നുള്ള മാലാഖമാരുടെ സ്തുതിപ്പ് പാടി വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ടിരുന്നപ്പോൾ ആത്മാവ് ശരീരത്തിന് വേർപെട്ടു. നല്ല മരണമാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ മറ്റൊരാൾ ഒറ്റയ്ക്ക് കിടന്ന് മരിച്ചു, ആരും അറിഞ്ഞില്ല. നമ്മൾ രണ്ടാമത്തതിനെ അഴുക്ക് മരണമെന്നും ആദ്യത്തതിനെ നല്ല മരണമെന്നും പറയും. ഞാനും അങ്ങനെയാണ് കരുതിക്കൊണ്ടിരുന്നത്. ഞാനിതിനെപ്പറ്റി ചിന്തിക്കുവാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, എൻ്റെ പിതാവ് മരിക്കുന്ന സമയം ഞാൻ ഓർക്കുന്നുണ്ട്. എൻ്റെ പിതാവ്, ഞാനങ്ങനെ പറയുന്നതിൽ നിങ്ങൾക്ക് വേറൊന്നും തോന്നരുത്, ഈ മാത്യുസ് ബാച്ചൻ്റെ കൂടെ അനേക വർഷം ജീവിച്ചിരുന്ന ആളാണ്. അദ്ദേഹത്തെ ശുശ്രൂഷിച്ചിരുന്നു. അതുകൊണ്ട് ആ ഒരു ജീവിത രീതി അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരാശ്രമ ജീവിതം പോലെയായിരുന്നു എൻ്റെ വീട്. അദ്ദേഹം ഒരുപാട് കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാ ദിവസവും വെളുപ്പിനെ 3:30 4 മണിക്കൊക്കെ എഴുന്നേറ്റ് 6 മണി വരെയൊക്കെ ഇരുന്ന് നിലവിളിക്കുന്നത് കേട്ടാണ് ഞാൻ ഉണരുന്നത്. മരിക്കുന്നത് വരെ, എൻ്റെ ഓർമ്മ ദിവസം തൊട്ട് മരിക്കുന്ന വരെയുള്ള കാര്യമാണ് പറയുന്നത്. ആ മനുഷ്യന് മരണകരമായ അവസ്ഥയായപ്പോഴത്തേക്ക് രോഗമായിപ്പോയി. 2 ആഴ്ച തീർത്തും ബെഡ്ഡനായി. ഞങ്ങൾ മക്കളൊക്കെ ഇടയ്ക്ക് വരും, പോകും. ഞാൻ ഏകദേശം സമയമൊക്കെ കൂടെ തന്നെ ഉണ്ട്. പക്ഷെ ഞാൻ എൻ്റെ പരിപാടികൾക്കായിട്ട് പോകും. അപ്പോൾ ഇത്രയും പ്രാർത്ഥന ജീവിതമുള്ളൊരു മനുഷ്യൻ എങ്ങനെയാണ് മരിക്കുന്നത് എന്ന് നമുക്കൊരു ധാരണയുണ്ട്, നമ്മളെങ്ങനെയാണെങ്കിലും. പക്ഷേ മരിക്കുന്നതിൻ്റെ തലേന്ന് ഞാനിപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പകുതി ബോധത്തിലിരുന്ന് എൻ്റെ പിതാവിനോട് പറഞ്ഞു, ഞാൻ ഒരിടം വരെ പോവുകയാണ്, നാളെ വരുവുള്ളെന്ന് പറഞ്ഞു. ഒരാളുണ്ട് നോക്കാൻ, ഒരു പരിചയമില്ലാത്ത ഒരു മനുഷ്യൻ. പോയിട്ട് വന്ന് പകുതി ബോധത്തിൽ പറഞ്ഞു. പോകണ്ട എന്നാണ് അദ്ദേഹം പറഞ്ഞതെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലാകുന്നത്. ഇപ്പോഴെനിക്ക് മനസ്സിലാവുന്നുണ്ട് അത്. നമ്മുടെ രക്തബന്ധത്തിലുള്ള ഒരാൾ അടുത്ത് നിൽക്കുന്നത് പോലെ ഒരു സന്തോഷം വേറെ ആരെ നമ്മൾ ഏൽപ്പിച്ചാലും അവർക്കുണ്ടായില്ല. അത് നമ്മൾ അസുഖമായിട്ട് കിടക്കുമ്പോഴേ നമുക്കറിയത്തുള്ളത്. നമ്മൾ എത്ര പേരെ കാശ് കൊടുത്ത് നിർത്തിയെന്ന് പറഞ്ഞാലും രക്തബന്ധത്തിലുള്ള ഒരാൾ സമീപത്ത് ഉണ്ടാകുന്നത് അവരൊന്നും ചെയ്തെങ്കില്ലെങ്കിൽ പോലും വലിയ ശക്തി കൊടുക്കും. അതുകൊണ്ടാണ് കർത്താവ് ഈ രക്തബന്ധം സ്ഥാപിച്ചു വച്ചിരിക്കുന്നത്. കർത്താവിൻ്റെ ശരീരത്തിലും രക്തത്തിൽ കൂടിയുള്ള രക്തബന്ധം നമ്മൾ സ്ഥാപിച്ചു വച്ചിരിക്കുന്നത് അതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത്, ഞാൻ പോലും അവിടെ ഇല്ലാതായി, എന്നെ അവിടെ നിന്ന് മാറ്റിയ പോലെ ആയിപ്പോയി. ഞാൻ പോലും വേണ്ട. വെളുപ്പിനെ ആയപ്പോൾ എനിക്ക് ഫോൺ കോൾ വന്നു, പെട്ടെന്ന് വരണം, അസുഖം കൂടുതലാണെന്ന്. അപ്പോഴേ എനിക്ക് തോന്നി സംഗതി കയ്യിൽ നിന്ന് പോയി കാണും. വെളുപ്പിനെ മരിച്ചു കഴിഞ്ഞാണ് എന്നെ അറിയിക്കുന്നത്. ഒരു മനുഷ്യൻ പോലും ഇല്ലാതെ, സമീപത്തില്ലാതെ, ഇത്രയും പ്രാർത്ഥനാ മനുഷ്യനായിരുന്ന ഒരുവൻ ഈ ലോകത്തിൽ നിന്ന് വിട വാങ്ങിയപ്പോൾ ഞാൻ ചിന്തിച്ചു, ഇതെന്താണ് ഇങ്ങനെ? അതിന് എനിക്ക് കിട്ടിയ ഉത്തരവാണ്, എന്നോട് പരിശുദ്ധാത്മാവ് പഠിപ്പിച്ചൊരു കാര്യമാണ്, കർത്താവിൻ്റെ മരണത്തെ നീ എങ്ങനെ വ്യാഖ്യാനിക്കും? നല്ല മരണമോ അഴുക്ക് മരണമോ? ഇപ്പോൾ നമ്മളൊരു പാട്ട് കേട്ടു, കള്ളന്മാർ നടുവിൽ കിടന്നതും നിന്നെ ഉയർത്തുവാനല്ലയോ. വെറുതെ ഞാൻ കേട്ടുപോയി.
കള്ളന്മാരുടെ ഇടയിൽ ഒന്ന് കൊണ്ടിട്ട് നോക്കണം, അന്നേരം അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്നുള്ളത്. നീതിമാനായ ഒരുത്തനെ ജയിലിൽ കൊണ്ടിട്ടാൽ, കൊലപാതകളുടെ നടുക്ക് കൊണ്ടിട്ടാൽ അവനുണ്ടാകുന്ന ഒരു ഭീകരാവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുമോ? നമ്മളങ്ങനെയൊന്നും പെട്ടിട്ടില്ല, അതുകൊണ്ടാണ് നമുക്കതറിയാൻ പറ്റാത്തത്. 2 കള്ളന്മാരുടെ മധ്യേ ക്രൂശിച്ചു എന്ന് പറഞ്ഞാൽ അതൊരു ഭീകരാവസ്ഥയാണത്. കർത്താവിനെ അധർമ്മികളോടുകൂടെയാണ് എണ്ണിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നീതിമാനായവനെ, ഒരുത്തൻ പോലും നീതിമാനില്ല എന്ന് ദൈവം നോക്കുമ്പോൾ ആകെ കണ്ട ദൈവം പ്രസാദിച്ചിട്ടുള്ള ഏക വ്യക്തി എന്ന് പറയുന്നത് യേശുവാണ്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു, ഇവൻ മാത്രമേ ഉള്ളൂ നീതിമാൻ, വേറെ ആരുമില്ല, ഒരുത്തൻ പോലും ഇല്ല. അവനെ എണ്ണിയത് അധർമ്മികളുടെ കൂട്ടത്തിൽ എന്ന് പറയുമ്പോൾ അതൊരു ഭീകരവേദന. ഇനി കുരിശിൽ തറയ്ക്കുന്നതിനേക്കാൾ വേദനയത്. മാനസികമായി ഉണ്ടാക്കുന്ന ആ ഒരു വലിയ ആഘാതം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ സത്യസന്ധനായ ഒരു ആളാണെന്ന് വിചാരിക്കുക. നിങ്ങൾ ഏർപ്പെട്ടിരിക്കുന്ന ഏത് മേഖലകളിലാണെങ്കിലും, കപ്പലിലാണെങ്കിലും, സ്കൂളിലെ അധ്യാപനമാണെങ്കിലും, വേറെ ഏത് ജോലി സ്ഥലത്താണെങ്കിലും, നിങ്ങൾ 1 രൂപ പോലും മോഷ്ടിക്കാതെയും എല്ലാ കാര്യത്തിലും സത്യസന്ധമായും ഉള്ള ആളിൽ എന്ന നിലയിൽ നിങ്ങളാണ് മോഷ്ടിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളെ ഒരു അധർമ്മത്തിൽ നിങ്ങളെ കുടുക്കിയാൽ നിങ്ങൾക്ക് എന്തുമാത്രം വേദന വരും. ആ വേദനയിൽ ആത്മഹത്യ ചെയ്ത എത്രയോ പേരുണ്ട്. ഈ അടുത്തിടെയും കേരളത്തിൽ ഒരു സംഭവം അങ്ങനെ സംഭവിച്ചു. 1 വർഷം മുമ്പ് കൈക്കൂലി വാങ്ങിക്കാത്ത ഒരാൾ കൈക്കൂലി വാങ്ങിച്ചു എന്ന് പറയുമ്പോഴുണ്ടാകുന്ന വേദനയിൽ ആത്മഹത്യ ചെയ്യുകയാണ്. പറഞ്ഞുകൊണ്ട് വന്ന് ഇത്രയേ ഉള്ളൂ. മരണത്തെപ്പറ്റി നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മളുടെ മരണം ഉണ്ട്, അത് സുനിശ്ചിതമാണ്. അപ്പോൾ ആ ദിവസം അത് കർത്തൃ സാന്നിധ്യത്തിലായിരിക്കണം, അത് മാത്രം ഉറപ്പുവരുത്തുക. കർത്തൃ സാന്നിധ്യം ഉണ്ടെങ്കിൽ ഏത് മരണവും നല്ല മരണമാണ്. ആ ഒരു ബോധ്യത്തോടു കൂടി നമുക്ക് നമ്മുടെ ഈ പഠനത്തിലേക്ക് പ്രവേശിക്കാം. ലാസറിനെ യേശുമ്പുരാൻ മരിക്കാൻ അനുവദിച്ചു. ദൈവം അറിഞ്ഞുകൊണ്ടുള്ള, യേശു അറിഞ്ഞുകൊണ്ടുള്ള ഒരു മരണം. ആ മരണത്തിൽ കൂടി ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുകയാണ്. ലാസർ തെറ്റ് ചെയ്തിട്ടോ, മറിയെ തെറ്റ് ചെയ്തിട്ടോ, മാർത്ത അതുവഴി ഇതുവഴി നടന്നിട്ടോ ഒന്നും സംഭവിച്ചില്ല. അല്ല, ഇത് ചില കാര്യങ്ങൾ ദൈവനാമ മഹത്വത്തിനായിട്ട് ദൈവം മിടുക്കരായ തൻ്റെ ഭക്തന്മാരിൽ അത് കൊടുക്കും. ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പർ മണ്ടന്മാർക്ക് കൊടുത്തിട്ട് വല്ല കഥയുണ്ടോ? ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മിടുക്കരായവർക്ക് കൊടുത്തിട്ടേ കാര്യമുള്ളൂ. അപ്പോൾ അവർക്കുള്ള പദവി വേറെയാണ്. തേജസ്സിന് വ്യത്യാസമുണ്ട്. സൂര്യൻ്റെ തേജസ് വേറെ, ചന്ദ്രൻ്റെ തേജസ് വേറെ, നക്ഷത്രങ്ങളുടെ തേജസ് വേറെ, മനുഷ്യൻ്റെ തേജസ്സും വേറെ. മനുഷ്യനിൽ തന്നെ അവൻ്റെ കഷ്ടത സഹിഷ്ണുതയും സഹിഷ്ണുത സിദ്ധതയും സിദ്ധത പ്രത്യാശയുമായി മാറുന്നവൻ്റെ മഹത്വ കിരീടം വേറെ. സാധകന്മാർക്കുള്ള കിരീടം അല്ല നമുക്കുള്ളത്. സാധകന്മാരെ ഓർത്ത് അവരുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിക്കുമ്പോൾ പിതാക്കന്മാർ എഴുതിയിരിക്കുന്ന പ്രാർത്ഥന സഹോദരന്മാരെ മഹത്വത്തിൻ്റെ കിരീടമണിയിക്കുന്നവനെ എന്നാണ്. മഹത്വത്തിൻ്റെ കിരീടമണിയിക്കുന്നവനായ കർത്താവെ എന്ന് പറഞ്ഞാണ് സഹോദരന്മാരുടെ മധ്യസ്ഥ പ്രാർത്ഥനയിലെ പ്രമേയം സദറകൾ തുടങ്ങുന്നത്. അപ്പോൾ ഇതിനെപ്പറ്റി നമ്മളൊന്ന് എല്ലാ ദിവസവും ബോധവാനാകുക. അതായത് നമ്മളുടെ ജീവിതത്തെ ഒന്ന് ക്രമപ്പെടുത്തുവാൻ ഇത് ശരിക്കും സാധിക്കും. നമുക്കുള്ളത് പലതും നമുക്ക് പ്രയോജനം ചെയ്യുകയില്ല എന്ന് മനസ്സിലാക്കുവാൻ എന്നെ ഒരാൾ പഠിപ്പിച്ചു തന്നൊരു കാര്യമാണ്. അച്ഛൻ്റെ കയ്യിലുള്ളത് പല കാര്യങ്ങൾ കാണുമായിരിക്കാം. ഈ നിമിഷം കൂടെ ഉള്ളൂ
അച്ഛൻ്റെ ജീവിതം എന്ന് അച്ഛൻ്റെ ബോധമുണ്ടെങ്കിൽ ഈ കയ്യിലിരിക്കുന്നതുകൊണ്ട് എന്താണ് പ്രയോജനം? ഉദാഹരണം പൈസയാണെന്ന് വിചാരിക്കുക. ഉദാഹരണം കേട്ടോ, ഉദാഹരണം. ഈ നിമിഷം അച്ഛൻ്റെ അവസാനത്തെ നിമിഷമാണെന്ന് വയ്ക്കുക. എൻ്റെ കയ്യിൽ ഒരു 2000 രൂപയുടെ ഒറ്റനോട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ 1000 രൂപയുടെ, അല്ലെങ്കിൽ ഇപ്പം അതില്ലല്ലോ, 500 രൂപയുടെ ഒരു നോട്ടുണ്ടെങ്കിൽ അതെനിക്ക് വെറും പേപ്പർ കഷ്ണം മാത്രമാണ്. പേപ്പർ കഷ്ണം മാത്രമാണ്. എനിക്ക് അതുമായിട്ട് ഒരു ഗുണവുമില്ല, ഒരു പ്രയോജനവുമില്ല. ഈ ബോധം നമ്മളെ ആധ്യാത്മിക ജീവിതത്തിൻ്റെ മറ്റൊരു തലത്തിലേക്ക് എപ്പോഴും ഉയർത്തിക്കൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പിതാക്കന്മാർ പാടിയിരിക്കുന്നത്, നിര്യാണം, ന്യായം, നരകം, ഇവ 3 നീ ഓർത്ത് കൊള്ളണം. അതോർത്ത് പേടിച്ചുകൊണ്ടിരിക്കുവാനല്ല, അതോർത്ത് നമ്മൾ ആത്മീയമായി വളരുവാനാണ്. ഇവിടെ ലാസറിനെ കർത്താവ് മരിക്കുവാൻ മാത്രമല്ല അഴുകാനായിട്ടും വിട്ടു. ചില കാര്യങ്ങൾ നമ്മളെത്ര പ്രാർത്ഥിച്ചിട്ടും മാറുന്നില്ല. ഇവിടെ തന്നെ എത്രയോ പേര് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എത്രയോ നാളായി ധ്യാനത്തിന് വരുവാണ്, പ്രാർത്ഥിക്കുകയാണ്, പക്ഷേ ഇത് മാറുന്നില്ല. കുരിശെടുത്തുകൊണ്ട് അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും എന്ന് കർത്താവ് പറഞ്ഞിരിക്കുമ്പോൾ ചില കുരിശുകൾ ചിലപ്പോൾ നമുക്ക് മരണം വരെ കണ്ടേക്കാം. ചില കുരിശുകൾ അവിടെ കർത്തൃ സാന്നിധ്യമാണ് നമുക്ക് വേണ്ടത്. അതായത് കുരിശിനെ താങ്ങുവാൻ കർത്താവ്. നിന്റെ ഭാരം എൻ്റെ മേൽ വെച്ചുകൊള്ളുക, ഞാൻ നിന്നെ പുലർത്തും. കർത്താവിൻ്റെ ഭാരം ശീമോൻ താങ്ങി, നമ്മുടെ ഭാരം കർത്താവ് താങ്ങും. അതുകൊണ്ട് ആ ഒരു ബോധ്യത്തിൽ നമ്മുടെ ആധ്യാത്മിക ജീവിതത്തെ നമ്മളൊന്ന് ക്രമപ്പെടുത്തുവാനായിട്ടും കൂടെ ശ്രമിക്കുക എന്നുള്ള കാര്യം മാത്രം ആമുഖമായി പറഞ്ഞുകൊണ്ട് 17-ാം വാക്യം തൊട്ടുള്ള ദൈവിക മർമ്മങ്ങളെ നമുക്ക് ആരായാം. ഇപ്പോൾ കർത്താവ് ലാസറിൻ്റെ ഭവനത്തിലേക്ക് പുറപ്പെടുവാൻ തീരുമാനിച്ചു. യെരുശലേമിലേക്ക് പോകണം. ബഥാന്യ യെരുശലേമിലെ ഭാഗത്താണ്. അവിടെ യഹൂദന്മാരെല്ലാം കർത്താവിനെ പിടിച്ച് കൊല്ലുവാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ശിഷ്യന്മാർ പറയുന്നുണ്ട്, ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട, ഇപ്പോൾ പോയി കഴിഞ്ഞാൽ നിനക്ക് അപകടമാണ്. അപ്പോൾ ഒരു ശിഷ്യൻ മാത്രം പറഞ്ഞു, ദീദിമോസ് എന്ന പേരുള്ള തോമസ്, സഹശിഷ്യന്മാരോട് അവനോടുകൂടി മരിക്കേണ്ടതിന് നാമും പോകാം. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ധ്യാനത്തിൽ വിശാലമായി ധ്യാനിച്ചതാണ്. അതുകൊണ്ട് അതിൻ്റെ ബാക്കി ഭാഗത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഇനിയുള്ള ഭാഗത്ത് ചില പ്രത്യേക കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. 1-2 ഇടത്ത് കൺവെൻഷൻ പ്രസംഗം പോലെ ഞാൻ ഈ ശേഷം വരുന്ന ഭാഗങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ അതിൽ നിന്നും കുറച്ചും കൂടെ ആഴത്തിലോട്ട് നമുക്ക് ചില കാര്യങ്ങൾ ഇതിൽ നിന്നും പഠിക്കുവാനുണ്ട്. അപ്പോൾ കർത്താവ് യാത്ര പുറപ്പെടുകയാണ്. ശിഷ്യന്മാർ കൂടെയുണ്ട്. യേശു അവിടെ എത്തിയപ്പോൾ, എവിടെ എത്തിയപ്പോൾ? ബഥാനിയയിലെത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്നറിഞ്ഞു. ബഥാനിയയിൽ ഇപ്പോൾ എവിടെയാണ് എത്തിയത്? ആ പ്രദേശത്തെത്തിയതേ ഉള്ളൂ കേട്ടോ. ഇതാണ് ബഥാനിയ ഭവനം എന്ന് വിചാരിക്കുക, ഈ ദേവാലയം. യേശുമ്പുരാൻ പത്തനംതിട്ട ബോർഡറിൽ എത്തിയിട്ടുണ്ട്, അത്ര എത്തിയുള്ളൂ. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ കർത്താവിന് മനസ്സിലായി ലാസറിനെ അടക്കിയിട്ട് 4 ദിവസമായി. ബഥാന്യ യെരുശലേമിനരികെ ഏകദേശം 2 നാഴിക ദൂരത്തായിരുന്നു. യെരുശലേമിൻ്റെ ബോർഡറിലാണ് കർത്താവ് എത്തിയിരിക്കുന്നത്. ഇനി ബഥാന്യ വരെ എത്തുവാൻ വേണ്ടി 2 നാഴിക നടക്കണം. 2 നാഴിക എന്ന് പറഞ്ഞാൽ 2 മണിക്കൂറൂടെ ഇനി നടക്കണം. അത് ഏകദേശം കറക്റ്റാണ്. ഞാൻ പറഞ്ഞ ഡിസ്റ്റൻസ് ഏകദേശം കറക്റ്റാണ്. അപ്പോൾ ഇനി അങ്ങ് നടന്നു വരണം. കോഴഞ്ചേരിയിൽ നിന്ന് ഇങ്ങനെ നടന്ന് എത്തണം. കോഴഞ്ചേരി വരെ വന്നിട്ടുണ്ട്. ഇങ്ങനെ തന്നെ ഇതിനെ ഞാൻ പറയാൻ കാരണം ചില കാര്യങ്ങളുണ്ട്.
മാർത്തയും മറിയയും സഹോദരനെക്കുറിച്ച് ആശ്വസിപ്പിക്കേണ്ടതിന് പല യഹൂദന്മാരും അവരുടെ അടുക്കൽ വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിലെല്ലാം ഒരു ശോകമുഖമായ അന്തരീക്ഷമാണ്. ലാസർ ഒരു പൊതുസമ്മതനായിരുന്നു, എല്ലാവർക്കും ഇഷ്ടമുള്ള മനുഷ്യനായിരുന്നു. അനേകർ അവിടെ ആശ്വസിപ്പിക്കാൻ വരും. യഹൂദന്മാരുടെ രീതി അനുസരിച്ച് ആശ്വസിപ്പിക്കുന്നത് പല രീതിയിലാണ്. നമ്മൾ ഇന്നത്തെ പോലെ അല്ല. കരയാൻ ഒരു പ്രത്യേക ആളെ വയ്ക്കും, പൈസ കൊടുത്താണ് കരയിക്കുന്നത്. അതുകൊണ്ടാണ് കർത്താവ് ഒരിടത്ത് പറയുന്നത്, ഞങ്ങൾ നിങ്ങൾക്കായി കുഴലൂതി നിങ്ങൾ നൃത്തം ചെയ്തില്ല, ഞങ്ങൾ നിങ്ങൾക്കായി പാട്ടുപാടി നിങ്ങൾ കരഞ്ഞില്ല. ഒരു വീട്ടിൽ കർത്താവ് ഉയർപ്പിക്കാനായിട്ട് ചെന്നപ്പോൾ കരഞ്ഞുകൊണ്ട് നിന്നവരെല്ലാം പെട്ടെന്ന് ചിരിച്ചു. ഇത് കൂലിക്ക് വിളിച്ച് കരയുന്നവരായത് അല്ല, വീട്ടുകാരൊന്നുമല്ല. വീട്ടുകാർ ചിരിക്കൂ. പെട്ടെന്ന് കർത്താവിനെ കളിയാക്കാൻ തുടങ്ങി. കർത്താവ് പറഞ്ഞു എല്ലാത്തിനും പുറത്തു പോകാൻ പറഞ്ഞു. ഔട്ട്, വീട്ടുകാർ മാത്രം ഇവിടെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. കരയുന്നവരൊക്കെ വെളിയിൽ പോകാൻ പറഞ്ഞു. വലിയൊരു സൃഷ്ടിയുടെ അത്ഭുതം ചെയ്യാൻ പോവുകയാണ്. മരിച്ചവനെ ഉറപ്പിക്കാൻ പോവുക. ആവശ്യമില്ലാത്തതിനൊന്നും അവിടെ നിൽക്കണ്ട എന്ന് പറഞ്ഞു. അപ്പോൾ യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാനായിട്ട് ചെന്നു. അവിടെ ശ്രദ്ധിക്കണം, യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാനായിട്ട് ചെന്നു. എങ്ങോട്ട് ചെന്നു? അങ്ങോട്ടോടുകയാണ്. വീട്ടിൽ വേറെ എങ്ങനെയോ അറിഞ്ഞു. അന്ന് ഫോണൊന്നുമില്ല, പക്ഷെ എങ്ങനെയോ അറിഞ്ഞു. എങ്ങനെയാണെന്ന് അറിയില്ല. മാർത്ത ഇത് കേട്ടതും ചാടി കോഴഞ്ചേരിയിലോട്ടൊറ്റ ഓട്ടം. ഇതാണ് നമ്മുടെ ദേഹിയുടെ ഒരു പ്രശ്നം. കാരണം താഴെ പിന്നീട് പറയുന്നുണ്ട്, മറിയയോ വീട്ടിൽ തന്നെ ഇരിക്കുകയായിരുന്നു. നമ്മുടെ ദേഹിയുടെ മണ്ഡലത്തിൻ്റെ ഒരു പ്രശ്നം ഇതാണ്. ആത്മാവിൽ നിന്ന് ദേഹിയിലേക്ക് പ്രകാശം വ്യാപരിച്ചില്ലെങ്കിൽ ദേഹി എല്ലാത്തിനും കടന്ന് തത്രപ്പാട് വിടും. സാവധാനത ഒന്നിനും കാണില്ല. അതില്ലാത്തതിൻ്റെ വലിയൊരു പ്രശ്നം ഇപ്പോൾ മാർത്ത അഭിമുഖീകരിക്കുവാൻ പോവുകയാണ്. മാർത്ത ദേഹിയുടെ പ്രതിനിധിയാണ്. അവിടെയുള്ള പ്രശ്നം മറിയയുടെ ആത്മീക ശക്തി വ്യാപാരം മാർത്തയിലേക്ക് പൂർണ്ണമായിട്ട് വന്നിട്ടില്ല. അതുകൊണ്ടാണ് പ്രത്യേകമായ ഒരവസരത്തിൽ കർത്താവ് ആ വീട്ടിൽ ചെന്ന് തൻ്റെ വചനത്തെ കൊടുക്കുവാൻ വേണ്ടി മാത്രം ചെന്നതാണ്. പക്ഷേ മാർത്തയ്ക്കത് മനസ്സിലാവുന്നില്ല. നല്ല കാര്യമാണ് മാർത്ത ചെയ്തത്. എന്താണ്? കർത്താവിന് വെള്ളം കൊടുക്കണം, ഓടി വന്നതാണ്, ദാഹിച്ചിട്ടുണ്ടാവും, കർത്താവിനെ തന്നെ ശുശ്രൂഷിക്കാനാണ് മാർത്ത അത് ചെയ്യുന്നത്. പക്ഷേ ആ സ്പോട്ടിൽ അതായിരുന്നില്ല കർത്താവിന് ആവശ്യം. ഇത് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല ആർക്ക്? മാർത്തയ്ക്ക്. എന്തുകൊണ്ടെന്നാൽ ആത്മാവ് ദൈവസന്നിധിയിൽ ഇരുന്നിട്ടില്ല. ആത്മാവല്ലിരിക്കാത്തത്, നമ്മുടെ ദേഹത്തെയും ദേഹിയെയും കൊണ്ട് ദൈവസന്നിധിയിൽ ഇരുത്തി ആത്മാവിലുള്ള പ്രകാശം അങ്ങോട്ട് വിട്ടിട്ടില്ല. ഞാൻ പറഞ്ഞ് മനസ്സിലാവുന്നുണ്ടോ? ആത്മാവ് പ്രകാശിതമാണ്. ആത്മാവ് എപ്പോഴും ദൈവസന്നിധിയിൽ ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ്. കാരണം ആത്മാവിന് പരിശുദ്ധാത്മാവുമായിട്ട് ബന്ധമുണ്ട്. ദൈവിക കാര്യങ്ങളുടെ രഹസ്യങ്ങൾ ആത്മാവിനറിയാം, നിഗൂഢ കാര്യങ്ങളറിയാം. പക്ഷേ ഈ ദേഹിയും ഒരു രീതിയിലും ഈ ആത്മാവിനെ അനുസരിക്കാൻ താല്പര്യപ്പെടില്ല. അതുകൊണ്ട് അത് പല വ്യാപാരങ്ങളിൽ ഇങ്ങനെ ഓടി നടക്കും. അതുകൊണ്ട് എന്താ സംഭവിക്കുക? ആത്മാവിലുള്ള ദൈവിക പ്രകാശം, രഹസ്യങ്ങൾ, പരിജ്ഞാനങ്ങൾ, ദൈവിക സാന്നിധ്യം ഒന്നും പൂർണ്ണമായിട്ട് ഇതിലേക്ക് ഇറങ്ങി വരുന്നില്ല. അതുകൊണ്ട് ഒരു ക്രൈസിസ് വരുമ്പോൾ, നമുക്കൊരു പ്രയാസം വരുമ്പോൾ നമ്മൾ മാനസികമായും ശാരീരികമായും നെട്ടോട്ട് ഓടും.
സത്യത്തിൽ അതിൻ്റെ ആവശ്യമില്ല. ആത്മാവ് എന്താണെന്ന് യഥാർത്ഥമായി വിവേചിച്ചറിഞ്ഞവൻ ആത്മാവ് പറയുന്നത് എന്തെന്ന് ശ്രദ്ധ വയ്ക്കും. അതെങ്ങനെയാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വാക്കുകൾ കൊണ്ട് പറയാൻ അറിയില്ല. നിങ്ങൾ ഇരുന്നു കൊടുത്താൽ മതി. അപ്പോൾ അത് നടക്കേണ്ടിയ പോലെ നടന്നോളൂ. നിങ്ങൾ ബദ്ധപ്പാടായിട്ട് ഓടിയതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകുവാനും പോകുന്നില്ല. ദൈവിക പൈതലിൻ്റെ കാര്യങ്ങൾ തക്ക സമയത്ത് അവൻ നടത്തിക്കൊള്ളും. പത്രോസിലൊരു വചനമുണ്ട്, തക്ക സമയത്ത് അവൻ ആ കാര്യങ്ങൾ നിവർത്തിച്ചുകൊള്ളും. എങ്ങനെയാണ്? അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ ഇട്ടുകൊള്ളുവീൻ. ആ വാക്യം ഒന്ന് കണ്ടുപിടിക്കാമോ? 1 പത്രോസ് 5-ാം അധ്യായം 7-ാം വാക്യം. 6-ാം വാക്യമാണ് ഞാൻ പറയുവാൻ ഉദ്ദേശിച്ചത്. അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുവീൻ. വേറൊരു വചനം ഞാൻ പറയാം. നിങ്ങൾ ആ വചനം കേട്ടിട്ടുണ്ടോ എന്നറിയത്തില്ല. ധന്യനായ ഏകാധിപതിയും രാജാധിരാജാവും കർത്താധികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരാലും കാണുവാൻ കഴിയാത്തവനും കാണാത്തവനുമായവൻ തക്ക സമയത്ത് തൻ്റെ പ്രത്യക്ഷത വരുത്തും. 1 തീമോത്തിയോസ് എടുത്തോ. 1 തീമോത്തിയോസ് 6-ാം അധ്യായം 15-ാം വാക്യം. അത് തന്നെ വായിച്ചേ. ധന്യനായ ഏകാധിപതിയും രാജാധിരാജാവും കർത്താധികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണുവാൻ കഴിയാത്തവനുമായവൻ തക്ക സമയത്ത് അപ്രത്യക്ഷത വരുത്തും. ഇവിടെ കർത്താവിൻ്റെ തക്ക സമയം ആയി എന്ന് മനസ്സിലായപ്പോൾ ആ ഭവനത്തിലേക്ക് കർത്താവ് പ്രവേശിക്കുവാനായിട്ട് പോവുകയാണ്. പക്ഷെ ആ വിവരം അറിഞ്ഞുകൊണ്ട് മാർത്ത ഒന്നും ആലോചിക്കാതെ, മറിയയോട് ആലോചിക്കാതെ ബന്ധപ്പെട്ട് കർത്താവിനെ എതിരേൽക്കുവാനായിട്ടാണ് പോയത്. നല്ല കാര്യമാണ്. ഇനി നോക്കിയേ, യേശു വരുന്നുവെന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു, മറിയയോ വീട്ടിൽ ഇരുന്നു. ഞാനൊരു കാര്യം പറയട്ടെ. യേശു എമ്പുരാൻ വരുന്നു എന്ന് കേട്ടിട്ടാണല്ലോ മാർത്ത ഇറങ്ങിയത്. മാർത്ത മറിയയുടെ വീട്ടിൽ തന്നെയാണല്ലോ. തീർച്ചയായിട്ടും മറിയ അറിഞ്ഞു കാണും യേശു എമ്പുരാൻ വരുന്നു എന്നുള്ള കാര്യം. മറിയ ചാടി പുറപ്പെട്ടില്ല. മറിയയ്ക്ക് ധൃതിയില്ല. കാരണം ആത്മാവിൽ ചില കാര്യങ്ങൾ മറിയയ്ക്ക് വിവേചനം കിട്ടിയിട്ട് അവിടെ ഇരിക്കുകയാണ്. അവിടെ തന്നെ ഇരുന്നു. കാരണം ഇങ്ങോട്ടാണ് കർത്താവ് വരുന്നത്, അവൾക്കറിയാം. ഇപ്പോൾ അങ്ങോട്ട് പോയി കർത്താവിൻ്റെ മനസ്സിളക്കിയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കർത്താവ് എല്ലാം അറിഞ്ഞിട്ട് തന്നെയാണ് വരുന്നത് എന്നുള്ള കാര്യം മറിയയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. മാർത്ത എല്ലാ കാര്യങ്ങളും വിളമ്പാനായിട്ട് അങ്ങോട്ട് ഓടിപ്പോവുകയാണ്. ചിലർക്ക് അങ്ങനെയുണ്ട്, ആദ്യമേ ചെന്ന് കാര്യങ്ങൾ പറയണം. അതൊരു പ്രത്യേക സുഖമാണ്, ഇല്ലേ? ആദ്യം എനിക്ക് പറയണം. അങ്ങനെ പല അബദ്ധങ്ങളിൽ നിന്ന് പലരും വീഴാറുണ്ട്. പല അബദ്ധങ്ങൾ അത് മുഖാന്തരം സംഭവിക്കാറുണ്ട്. പോകട്ടെ. മാർത്ത യേശുവിനോട്, അപ്പം കർത്താവിനെ മാർത്ത കണ്ടു. നേരിട്ട് മാർത്ത യേശുവിനോട് പറയുകയാണ്. എന്താണ് പറയുന്നത്? കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നു എങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്നിട്ട് പറയാണ്, നീ ഇപ്പോഴും ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറയുന്നു. ഇതിനകത്ത് എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ പ്രാർത്ഥനയ്ക്ക്? ഉള്ള കാര്യം ഉള്ളതുപോലെയാണ് മാർത്ത പറഞ്ഞിരിക്കുന്നത്. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. അനേക രോഗികളെ കർത്താവ് ഡിസ്റ്റൻറ്റ് ഉയർപ്പ് നടത്തിയ കാര്യത്തിന് സാക്ഷി നിന്ന ഒരാളാണ് ഈ പറയുന്നത്. അനേക രോഗികളെ ദൂരവ്യാപകമായി സൗഖ്യം നടത്തുവാനുള്ള ശക്തി യേശുവിനുണ്ട് എന്ന് അറിയാവുന്ന ഒരാളാണ് ഈ പറയുന്നത്. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ
എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ നീ ഇവിടെ ഇല്ലാഞ്ഞതുകൊണ്ടാണ് എൻ്റെ സഹോദരൻ മരിച്ചത് എന്നർത്ഥം. അപ്പോൾ മറിയയും മാർത്തയും തമ്മിലുള്ള ഒരു വ്യത്യാസം അവിടെ മനസ്സിലായില്ലേ? മറ്റൊരു വ്യത്യാസമാണ്, മുമ്പൊരിക്കൽ കർത്താവ് ഭവനത്തിൽ വന്നപ്പോൾ മാർത്തയിൽ കണ്ട ആ ഇളക്കം. അതുതന്നെയാണ് ഇവിടെയും. അങ്ങ് തത്രപ്പാടാണ്, ഓടി നടക്കുകയാണ്. എന്താണ് ചെയ്യാൻ പോകുന്നത് എന്ന് അറിഞ്ഞുകൂടാ. കാരണം ഗ്രഹിക്കാനുള്ള ശക്തി അങ്ങോട്ട് മാർത്തയ്ക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? ഇങ്ങനെയുള്ള സമയത്ത് കർത്താവ് തിരിച്ചങ്ങോട്ട് ഹൈ ഡോസ് തരും. ഹൈ ഡോസ്. കാരണം നിനക്കിപ്പോൾ നിൻ്റെ അവിശ്വാസത്തിൻ്റെ ഈ പുറത്ത് ഞാൻ ഒന്നും പറഞ്ഞാലും മനസ്സിലാകില്ല, അതുകൊണ്ട് നീ ഒന്നും മനസ്സിലാക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഹൈ ഡോസ് കൊടുക്കും. ഇവിടെ നോക്കിയാൽ മാർത്ത യേശുവിനോട് പറയുകയാണ്, കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു. ഇപ്പോഴും നീ ദൈവത്തോട് എന്തപേക്ഷിച്ചാലും ദൈവം നിനക്ക് തരും. സത്യത്തിൽ ഇവിടെ മാർത്തയുടെ വലിയൊരു അവിശ്വാസത്തിൻ്റെ നിഴലാണ് കാണുന്നത്. ഇപ്പോഴാണെങ്കിലും നീ ദൈവത്തോട് അപേക്ഷിച്ചാൽ അതിങ്ങി തന്നോളും. ഇപ്പോഴും എന്നല്ല പറയേണ്ടത്, എപ്പോഴും ഏത് സമയത്തും അതിനുള്ള ശക്തി കർത്താവിനുണ്ട് എന്നുള്ള കാര്യം അവൾക്ക് മനസ്സിലാവാതെ പോയതാണ് കർത്താവ് ദുഃഖിക്കാൻ മറ്റൊരു കാര്യം. യേശു കണ്ണുനീരൊക്കെ വാർക്കുന്നുണ്ടല്ലേ? അതിലേക്ക് വരാം. അപ്പോൾ യേശു അവളോട് പറയുകയാണ്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അത് കർത്താവ് കൃത്യമായിട്ട് അവളോട് പറയുമ്പോൾ അവൾ കൊടുത്ത മറുപടി എന്താണ്? പുനരുത്ഥാന ദിവസത്തിൽ ഉയർത്തെഴുന്നേൽക്കുമെന്ന് ഞാൻ അറിയുന്നു. കർത്താവ് പറഞ്ഞത് എന്താണെന്നറിയാമോ? ഇപ്പോൾ ഞാൻ അവനെ ഉയർപ്പിക്കാൻ പോവുകയാണ് എന്നാണ് പറഞ്ഞത്. പക്ഷേ ദേഹിക്ക് അതങ്ങോട്ട് പിടികിട്ടുന്നില്ല. ദേഹി പറയാണ്, ഞാനതൊക്കെ പഠിച്ചിട്ടുണ്ട്, സൺഡേ സ്കൂളിന് പണ്ട് പഠിച്ചതാണ്, അല്ലെ സെമിനാരിയിൽ പഠിച്ചതാണ്, കർത്താവ് രണ്ടാമതൊക്കെ വരും, അതൊക്കെ എനിക്കറിയാം. കർത്താവ് പറഞ്ഞതാ ഇപ്പോൾ സംഭവിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ മാർത്തയ്ക്ക് പിടികിട്ടിയത് ഇത്രയേ ഉള്ളൂ. അതൊക്കെ നീ പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്, നീ ഒരു കാലത്ത് നീ വരും, ഞങ്ങൾക്ക് ഉയർപ്പുണ്ടാകും എന്നൊക്കെ ഞങ്ങൾക്കറിയാമെന്ന് പറഞ്ഞു. മാർത്ത അവനോട്, ഒടുക്കത്തെ നാളിലെ പുനരുത്ഥാനത്തിൽ അവൻ ഉയർത്തെഴുന്നേൽക്കും എന്ന് ഞാൻ അറിയുന്നു എന്ന് പറഞ്ഞു യേശു അവളോട്. അപ്പോൾ ഉടനെ കർത്താവ്, അല്ലടി, അതല്ല ഞാൻ പറഞ്ഞത്, ഇപ്പം ഞാൻ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പോവുകയാണ്. അതായത് ഞാൻ നിൻ്റെ വീട്ടിലോട്ട് വരികയാണ്, കണ്ടില്ലേ, അവിടെ വരുന്നു, ഞാൻ ലാസറിൻ്റെ കല്ലറയിൽ പോകുന്നു, അവനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ പോവാണ്. അത് മനസ്സിലായോ എന്നല്ല കർത്താവ് ചോദിച്ചത്. ഈ പറഞ്ഞതിൻ്റെ അടുത്ത മേളത്തെ ഹൈഡോസാണ് കൊടുക്കുന്നത്. എന്താണ്? ഇപ്പോൾ ഉയർത്തെഴുന്നേൽക്കും എന്ന് പറഞ്ഞതുപോലും വിശ്വസിക്കാൻ സാധിക്കാത്ത മാർത്തയോട് പറയാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. ആദ്യത്തെ ഡോസ് പോലും മാർത്തയ്ക്ക് പിടികിട്ടിയില്ല. ഉടനെ അടുത്ത ഡോസിലോട്ട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. കർത്താവിന് മനസ്സിലായി. ഇവൾക്ക് മനസ്സിലായില്ല എന്നുള്ള കാര്യം കർത്താവിന് മനസ്സിലായിട്ടാണ് കർത്താവ് അടുത്ത ഹൈഡോസ് കൊടുക്കുന്നത്. ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥനകളിലും മറുപടിയായിട്ടൊക്കെ വരും. നമുക്കൊന്നും പിടികിട്ടത്തില്ല എന്താ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. വലിയൊരു ഉയർപ്പിന് വേണ്ടി ചില കാര്യങ്ങൾ, ചില ക്രമീകരണങ്ങൾ ദൈവം ഇതുപോലെ ക്രമീകരിക്കും. ആത്മാഭിഷേകമുള്ളവന് ഇതെല്ലാം പെട്ടെന്ന് മനസ്സിലാവും. നമുക്ക് കോരിന്ത്യരിലെ ഒരു വചനം ഒന്ന് എടുത്ത് നോക്കാം. കോരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 കോരിന്ത്യർ 3-ാം അധ്യായത്തിലാണോ, 3-ാം അധ്യായത്തിലോ 2-ാം അധ്യായത്തിലോ, മനുഷ്യനിലുള്ളത് എത്ര അധ്യായമാണ്? 2. ഞാൻ 2 കോരിന്ത്യരാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്, അതാണ് കാണാഞ്ഞത്. 1 കോരിന്ത്യർ 2-ാം അധ്യായം 10-ാം വാക്യം തൊട്ട്, നമുക്കോ ദൈവം തൻ്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു,
ആത്മാവ് സകലത്തെയും ദൈവത്തിൻ്റെ ആഴങ്ങളെയും ആരായുന്നു. മനുഷ്യനുള്ളത് അവനിലെ മനുഷ്യാത്മാവല്ലാതെ മനുഷ്യരിൽ ആരറിയും? അതുകൊണ്ടും തന്നെ ദൈവത്തിലുള്ളത് ദൈവാത്മാവല്ലാതെ ആരും ഗ്രഹിക്കുന്നില്ല. 15-ാം വാക്യം വായിച്ച്, ആത്മീകനോ സകലത്തെയും വിവേചിക്കുന്നു, താൻ ആരാലും വിവേചിക്കപ്പെടുന്നതുമില്ല. അതായത് ആത്മാഭിഷേകമുള്ളവന് ഇത് തിരിച്ചറിയാം. മാർത്തയുടെ ആത്മാഭിഷേകം മറിയയുടെ അത്രയും എത്താഞ്ഞതുകൊണ്ട് മാർത്തയ്ക്ക് കർത്താവ് ഇതിനും അപ്പുറം ഉള്ള കാര്യങ്ങളുണ്ട് എന്നുള്ള രീതിയിൽ മറുപടി കൊടുക്കുന്നത് മാർത്തയ്ക്ക് പിടികിട്ടുന്നില്ല എന്നുള്ള കാര്യം കർത്താവിന് കൃത്യമായിട്ട് അറിയാം. എങ്കിലും കർത്താവ് അങ്ങനെ തന്നെ പറയുകയാണ്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? ഗുണനപ്പട്ടിക 9x7 എന്താണെന്ന് ചോദിച്ചിട്ട് മനസ്സിലാക്കാത്തവനോട് പറയുകയാണ്, സൈൻ തീറ്റ പ്ലസ് കോസ് തീറ്റ ഈസ് ഈക്വൽ ടു ഇന്നതാണ് എന്ന് നിനക്ക് പിടികിട്ടിയോ എന്ന്. കൂട്ടാൻ പോലും അറിയത്തില്ല. ഇതെന്തിനാണ് കർത്താവ് ഇങ്ങനെ കൊടുത്തത്? മാർത്തയ്ക്ക് കർത്താവ് പറഞ്ഞതൊന്നും പിടികിട്ടിയില്ലെങ്കിലും ഒരു കാര്യം പിടികിട്ടി. എന്താണെന്നറിയാമോ? എനിക്കൊന്നും പിടികിട്ടുന്നില്ല എന്ന് മാർത്തയ്ക്ക് പിടികിട്ടി. വണ്ടി വിട്ടു. 25-ാം വാക്യം ഒന്നുകൂടെ വായിക്കുകയാണ്. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന് എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയുമില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൾ അവനോട്, ഓ കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെയെന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി. കാര്യമൊക്കെ ശരിയാവുക, എല്ലാം ശരിയാവും, ഓക്കെ, നീ പറഞ്ഞെല്ലാം ശരി തന്നെ, എനിക്കൊന്നും പിടികിട്ടുന്നില്ല, അതാണ് അർത്ഥം. ഓ കർത്താവേ, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് പോയി. എന്നിട്ട് എന്താണ് ചെയ്തതെന്ന് നോക്കി. തൻ്റെ സഹോദരിയായ മറിയെ സ്വകാര്യമായി വിളിച്ചു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. ആര് വിളിച്ചു? ആരും വിളിച്ചില്ല. ആരും വിളിച്ചില്ല. കർത്താവോട്ട് പറഞ്ഞുമില്ല വിളിക്കാൻ. ഇവള് എന്ന് മറിയോട് പറയുകയാണ്, ഗുരു വിളിക്കുന്നു. കള്ളം, നല്ല കൊട്ടി വെച്ച പച്ചക്കള്ളം. കാരണം മൊത്തത്തിൽ ഈ ദേഹി കൺഫ്യൂഷനായിപ്പോയി. എന്താ സംഭവിക്കുന്നത്? ഓടിച്ചെന്നതാണ്. ഇപ്പോൾ കർത്താവിനെ വിളിച്ചുകൊണ്ട് വന്നിട്ട് എന്തൊക്കെയോ ആ ആശ്വാസത്തിന് വേണ്ടി ഓടിയതാണ്. നമ്മുടെ ദേഹിയുടെ മണ്ഡലം ഇങ്ങനെയാണ്, പലവിധ വ്യാപാരങ്ങളിൽ മുഴുകിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് മാർത്തയോട്, ദേഹിയോടാണ് കർത്താവ് പറയുന്നത്, നീ ഇവിടെ അടങ്ങിയിരിക്കുക, കുറച്ചു നേരം ഇവിടെ ഇരിക്കും, പറഞ്ഞുതരാം. ഇത് അന്ന് ചെയ്യാഞ്ഞതുകൊണ്ടാണോ ഇന്ന് ഈ ഓട്ടം ഓടേണ്ടി വന്നത്? ഇത് അന്ന് എന്ന് വീട്ടിൽ വന്നപ്പോൾ മറിയ അവിടെ മര്യാദയ്ക്ക് പോയി ഇരുന്നു. കൂടെ ചെന്ന് ഇരുന്നാൽ മതിയായിരുന്നു. നേരെ വെള്ളം എടുക്കാൻ പോയി. അതുകൊണ്ട് മർമ്മം കിട്ടിയില്ല. കർത്താവിന് ചിലപ്പം വിശപ്പൊക്കെ മാറി കാണുമായിരിക്കും. അത് അന്നേരം കർത്താവിന് ആവശ്യമില്ലായിരുന്നു. ഈ പശുവിൻ്റെ അനാറ്റമി സൈക്കോളജി അറിയാമോ? പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, ഞാൻ ജന്തുശാസ്ത്രം പഠിച്ചിട്ടുള്ള ആളല്ല. പശുവിൻ്റെ അകിട്ടിൽ പാല് നിറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഭയങ്കര വേദനയാണ്. ആ കിടാവ് വന്നത് കുടിക്കണം. ആടിൻ്റെ അങ്ങനെയാണ്. വേദന എടുക്കും അതിന്, ആ ഭാഗത്ത് അകിട് വേദനിക്കും. അതുകൊണ്ടല്ലേ പശുവിനെ കറക്കുമ്പോൾ എന്താണ് അതിന് വേദനിക്കാത്തത്? അതിനതൊരു സന്തോഷമാണത്. പക്ഷേ അത് നമ്മളിങ്ങനെ അതിൻ്റെ അകിടിൽ വളരെ പ്രസ് ചെയ്ത് വലിച്ച് പാലെടുക്കുമ്പോൾ കണ്ടു നിൽക്കുന്നവന് വിചാരിക്കും ഇത് ഭയങ്കര, അയ്യോ ഞെക്കി പിഴിയല്ലേ, വേദനയാണെന്ന്. വേദനയല്ലത്. അതിൻ്റെ ടെക്നിക്ക് അറിയാത്തവർ ചെയ്തു കഴിഞ്ഞാൽ അതിന് വേദനിക്കും. പക്ഷേ കൃത്യമായിട്ടത് ചെയ്തു കഴിഞ്ഞാൽ അതിന് ആനന്ദമാണ്. ഇതുപോലെയാണ് ദൈവിക പരിജ്ഞാനത്തിൽ നിറഞ്ഞു കഴിയുമ്പോൾ ഇതാരോടെങ്കിലും ഇത് പറഞ്ഞു കൊടുത്ത് അവനെയും അതിൽ നിറച്ചില്ലെങ്കിൽ ഇത് കിട്ടിയവന് വലിയ വേദനയാണ്. കർത്താവ് വലിയൊരു ജ്ഞാനത്തിൽ അങ്ങോട്ട് ചെന്നതാണ്. അവിടെ കൊടുക്കാൻ പറ്റും. കാരണം ആ ഹൈ ഡോസ് ആ വീട്ടിലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. പാവപ്പെട്ടവരോട് പറഞ്ഞാൽ
അല്ലെങ്കിൽ അവൻ്റെ സാധാരണ ശിഷ്യരോട് പറഞ്ഞാൽ ഉൾക്കൊള്ളുവാനുള്ള ആ ട്രാൻസ്മിറ്റിംഗ് റിസീവിങ് കപ്പാസിറ്റി അവിടെ ഇല്ല. ഇപ്പം നിങ്ങളോട് ഈ പറയുന്ന കാര്യം എനിക്കൊരു കൺവെൻഷൻ വേദിയിൽ പോയി പറയാൻ പറ്റില്ല. നിങ്ങളിപ്പോൾ 2-3 കൊല്ലമായിട്ട് ഇതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്കിത് ഗ്രഹിക്കുവാൻ പറ്റുന്നത്, അല്പമെങ്കിലും. അതേസമയം ഒരു സാധാരണ വീട്ടിൽ ചെന്നിട്ട് ഞാൻ ഇത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ അവർക്ക് ദഹിക്കത്തില്ല. അത് അവരുടെ കുഴപ്പമല്ല. അപ്പോൾ അതവിടെ പറയാതിരിക്കുക. കർത്താവ് ഈ വീട്ടിൽ തന്നെ ചെന്നത് ഇവിടെ അതിനുള്ള സാധ്യതയുണ്ട്. കർത്താവിനെ സ്നേഹിക്കുന്നവരുണ്ട്, കർത്താവിൻ്റെ കൂടെ ഇരിക്കുവാൻ താല്പര്യപ്പെടുന്നവരുണ്ട്. അവർക്ക് ദൈവിക രഹസ്യങ്ങൾ പറഞ്ഞു കൊടുക്കുവാൻ സാധിക്കും. ആത്മാവ് ദൈവിക രഹസ്യങ്ങളെ ആരായുന്നതാണ്. അങ്ങനെ ഒരു ആത്മാവിൻ്റെ പ്രതിനിധിയായിട്ട് ഒരാൾ അവിടെ ഉണ്ട്. ആ ആളിൽ കൂടി ദേഹിയുടെ പ്രതിനിധിയായ മാർത്തയിലേക്കും ദേഹത്തിൻ്റെ പ്രതിനിധിയായ ലാസറിലേക്കും ഇത് ഒഴുക്കിവിട്ട ആ ഭവനം മുഴുവൻ ഒരു ദേവാലയ അന്തരീക്ഷമാക്കുവാൻ സാധിക്കാവുന്ന ഒരു ഭവനമാണ്. അതുകൊണ്ടാണ് അങ്ങോട്ട് ചെന്ന് അത് വിളമ്പുവാൻ വേണ്ടി അങ്ങോട്ട് ചെന്നത്. പക്ഷേ ചെന്നപ്പം ദേഹി എണ്ണീച്ച് സിനിമയ്ക്ക് പോയി, ദേഹം എണ്ണീച്ച് വേറെടുത്തോട്ടും പോയി. അല്ലെങ്കിൽ ദേഹവും ദേഹിയും കൂടെ ചേർന്ന് കല്യാണ ഉറപ്പിന് പോയി. ഞായറാഴ്ച ദേവാലയത്തിൽ വരേണ്ട സമയത്ത് അല്ലെങ്കിൽ ദൈവീയ കാര്യങ്ങളിൽ വ്യാപൃതരാകേണ്ട സമയത്ത് ദേഹവും ദേഹിയും കൂടെ പറഞ്ഞു, ഇന്ന് അയലോക്കത്തെ വീട്ടിലെ കല്യാണത്തിൻ്റെ റിസപ്ഷനാണ്, അതിന് പോകണം. അപ്പോൾ ആത്മാവും ദേഹവും ദേഹിയും കൂടെ വടംവലിയായി. കർത്താവിനെ കാണണമെന്ന് ആത്മാവ് ഉള്ളിൽ നിന്ന് പറയും. കാരണം മാമോദിസയിൽ ഇത് പരിശുദ്ധാത്മാവ് കണക്റ്റഡാക്കി വെച്ചിരിക്കുകയാണ്. അവിടുന്ന് പ്രകാശവർഷം എന്ന് പറഞ്ഞാൽ പ്രകാശരശ്മികൾ ദേഹിയിലേക്കും ദേഹത്തിലേക്കും ദിനം പ്രതി വ്യാപിപ്പിക്കുന്നതിന് ഈ പ്രശ്നമില്ല. എന്നാൽ ദേഹത്തെയും ദേഹിയെയും അടക്കിയിരുത്തി പഴുതുകൾ അടയ്ക്കാത്തവന് ഇത് ലോകകാര്യങ്ങൾ ഓടി നടക്കുവാനുള്ള താല്പര്യം ഉണ്ടാവും. ലോകകാര്യങ്ങൾ ഓടി നടക്കണം, വേണ്ടെന്നല്ല. പക്ഷേ ഇത് ആത്മാവിൻ്റെ ഉള്ളിലായിരിക്കണം. എൻ്റെ ഈ കൈ ആത്മാവാണെന്ന് വിചാരിക്കുക, ഇത് ദേഹിയാണെന്ന് വിചാരിക്കുക, ഇത് ദേഹമാണെന്ന് വിചാരിക്കുക. ഇത് രണ്ടും ഇങ്ങനെ ഇരിക്കണം. പക്ഷേ സംഭവിച്ചിരിക്കുന്നത് ഇവർ രണ്ടും കൂടെ ഈ ആത്മാവിനെ പൊതിഞ്ഞങ്ങ് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? ആത്മാവ് ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ കഴിയുകയാണ്. കാരണം ഇതിന് അറിയാം കാര്യങ്ങൾ, നമ്മുടെ ബോധതലത്തിൽ ഇത് അറിയുന്നില്ല എന്നുള്ളതേ ഉള്ളൂ. ആത്മാവിന് കാര്യം അറിയാം. മരിച്ചു കഴിഞ്ഞാൽ പോലും ആത്മാവിൻ്റെ അവസ്ഥ എന്താണെന്നുള്ളത് ആത്മാവിന് അറിയാം. ഈ അറിയാവുന്നുള്ള കാര്യം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ബുദ്ധിക്കകത്ത് നിൽക്കുന്നതുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയാം എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ അർത്ഥമാക്കുന്നത്? ഇപ്പോൾ വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട് എന്ന് വിചാരിക്കുക. അപ്പോൾ വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയാം. അറിയുന്നത് എവിടം കൊണ്ടാണ്? നിങ്ങളുടെ ബോധവിചാരമണ്ഡലങ്ങൾ കൊണ്ടും ശരീരം കൊണ്ടുമാണ് അറിയുന്നത്. ആത്മാവുകൊണ്ട് എന്തും അറിയുന്നത്? അവിടെ ഒന്നും അറിയുന്നില്ല. ആത്മാവിന് ആ അറിവുമായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. ആത്മാവ് അത് അറിയുന്നില്ല എന്നല്ല, അതുമായിട്ട് ബന്ധപ്പെടേണ്ട കാര്യമൊന്നുമില്ല. അതേസമയം ആത്മാവിനറിയാവുന്ന പല കാര്യങ്ങളും ഈ ശരീരത്തിനും നമ്മുടെ ദേഹിക്കും അറിയില്ല. അറിയണമെന്നുണ്ടെങ്കിൽ ആത്മാവിൻ്റെ അടുത്ത് വന്നിരിക്കണം, എങ്കിലേ ഇത് ബോധതലത്തിലേക്ക് വരത്തുള്ളൂ. അങ്ങനെ വരുന്നവരാണ് ഈ പ്രവചിക്കുകയൊക്കെ ചെയ്യുന്നത്. മനസ്സിലായോ? അങ്ങനെ വരുമ്പോഴാണ് ഈ പ്രവചനം നടക്കുന്നത്. അല്ലെങ്കിൽ മധ്യസ്ഥൻ പാച്ചൻ പറയുമായിരുന്നല്ലോ, ഒരാളെ കാണുമ്പം പറയുമായിരുന്നു, ഇന്ന കുഴപ്പം നിനക്കുണ്ട്. റമ്പാച്ചനെ ഒരിക്കലൊരു ഫാക്ടറി ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി വിളിച്ചു.
ഉദ്ഘാടന ദിവസം കൂദാശ നടക്കുന്നതിന് തൊട്ട് മുമ്പായി അദ്ദേഹത്തിന് പെട്ടെന്ന് ആത്മബോധത്തിൽ നിന്ന് തൻ്റെ ദേഹിയുടെ മണ്ഡലത്തിലേക്ക് അറിവ് കിട്ടി, ഇത് ഉദ്ഘാടനം ചെയ്താൽ ഇത് പൊട്ടിത്തെറിക്കും. വലിയ ഫാക്ടറിയാണ്. മധ്യസ്ഥൻ ബാച്ചൻ പറഞ്ഞു, ഇതിപ്പം കൂദാശ ചെയ്യണ്ട, നിങ്ങളിതിൻ്റെ ഇലക്ട്രിസിറ്റിയുടെ ഇലക്ട്രിക് കണക്ഷൻസ് എല്ലാം വീണ്ടും ഒന്ന് നോക്കാൻ പറഞ്ഞു. അങ്ങനെ നോക്കിയപ്പോൾ വലിയ രീതിയിൽ പൊട്ടിത്തെറി സംഭവിക്കാവുന്ന ഒരു ഷോട്ടിൽ അതങ്ങനെ ക്രമീകരിച്ചിരിക്കുകയായിരുന്നു. അത് ബോധപൂർവം ചെയ്തതാണോ അല്ലാതെയാണോ എന്നൊന്നും അറിഞ്ഞുകൂടാ. അതെങ്ങനെയാ അറിവ് കിട്ടി? എങ്ങനെ കിട്ടി? ചെന്നൈയിലോ മറ്റോ ആണോ? അന്ന് മദ്രാസ്. ആ അറിവ് ആത്മബോധത്തിൽ നിന്നും ദേഹിയിലേക്ക് വന്നതാണ്. ദേഹിയിലും ദേഹത്തിനും ആ അറിവ് പ്രവചനപരമായി ഉണ്ടാവില്ല. നമുക്ക് ആ വ്യത്യാസം മനസ്സിലാകാൻ വേണ്ടി അതങ്ങനെ പറഞ്ഞത്. അതേസമയം വിമാനത്തിൽ യാത്ര ചെയ്യുന്നു, അത് ആത്മാവിനറിയാം, ആത്മാവ് അതിന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. കാരണം നിങ്ങളുടെ ദേഹത്തിനും ദേഹിക്കും മനസ്സിനും ആ ബോധ്യമുണ്ട്, ഞാൻ വിമാനത്തിലാണ് യാത്ര ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ വന്നിരുന്നിട്ട് നമുക്ക് ആ യാത്രയെപ്പറ്റി അയവിറക്കാനും പറ്റും. കാരണം അത് നമ്മൾ ശരീരത്തിലും ദേഹിയിലും തിരിച്ചറിഞ്ഞു. അതുകൊണ്ടാണ് ആത്മീകൻ ആരെയും വിവേചിക്കേണ്ടതില്ല, താൻ ആരാലും വിവേചിക്കപ്പെടുന്നുമില്ല എന്ന് പറയുന്നത്. അവനെ തന്നെ അറിയാം കൃത്യമായിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ പോകുന്നത്. ആത്മാവിലെ ആ പ്രകാശം ചില സമയത്ത് പ്രവചനമായിട്ട് ദേഹിയിലേക്ക് കൊടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ പ്രവചനം. അല്ലാതെ വരുന്ന കള്ളപ്രവാചകന്മാരെ തിരിച്ചറിയണമെങ്കിലും ഈ ആത്മാവിൻ്റെ ശക്തി വേണം. ഇല്ലെങ്കിൽ പ്രവചനമെല്ലാം ഏതാൾ വന്ന് പറഞ്ഞാലും അങ്ങ് വിശ്വസിക്കുകയാണ്. അങ്ങനൊരു കബളിപ്പീരിൻ്റെ ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ആത്മീകനല്ലെങ്കിൽ യഥാർത്ഥ പ്രവചനം ഏതാണ് എന്ന് തിരിച്ചറിയാൻ സാധിക്കത്തില്ല. അതുകൊണ്ടല്ലേ കർത്താവ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവീൻ. അങ്ങനെയുള്ള പ്രവാചകന്മാരുണ്ട്, ഭാവി പ്രവചിക്കുന്നവരൊക്കെയുണ്ട്. അപ്പോൾ ഇതിന് ആത്മീക ബലം വേണം. 25 വാക്യം ഒന്നുകൂടെ വായിക്കുകയാണ്. യേശു അവളോട്, ഞാൻ തന്നെ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും, ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ ആരും ഒരു നാളും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ എന്ന് പറഞ്ഞു. അവൾ അവനോട്, ഓ കർത്താവേ, ലോകത്തിൽ വരുവാനുള്ള ഏക ദൈവപുത്രനായ ക്രിസ്തു നീ തന്നെ എന്ന് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോയി. തൻ്റെ സഹോദരിയായ മറിയയെ സ്വകാര്യമായി വിളിച്ചു, ഗുരു വന്നിട്ടുണ്ട്, നിന്നെ വിളിക്കുന്നുവെന്ന് പറഞ്ഞു. സത്യത്തിൽ കർത്താവ് മറിയയോട് വരാനൊന്നും പറഞ്ഞിരുന്നില്ല. ഇവിടെ മാർത്ത അങ്ങനെ പറയുവാൻ കാര്യം, തനിക്കൊന്നും പിടികിട്ടിയില്ല എന്ന് മാർത്തയ്ക്ക് മനസ്സിലായി. ഇത് പിടികിട്ടാൻ സാധ്യതയുള്ള ഒരാൾ വീട്ടിലുണ്ടെന്ന് മനസ്സിലായി. അതുകൊണ്ട് അവൾ നേരെ വീട്ടിലേക്ക് ഓടി. ദേഹിക്കറിയാം ആത്മാവിന് ഈ വിവരം ഉണ്ടെന്നുള്ളവരും. പക്ഷെ പ്രശ്നം, ശരീരം ബലഹീനമാണ്. ആ ബലഹീനതയെ ഈ ദേഹിയും ശരീരവും കൂടെ ചേർന്ന് അങ്ങ് മുതലാക്കുകയാണ്. ആത്മാവിനൊരുക്കമുണ്ട്. നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ പ്രശോഭിതമായൊരു ആത്മാവുണ്ട്. പക്ഷേ ശരീരം അങ്ങോട്ട് ഒക്കുന്നില്ല. ഗെത്സമനെ തോട്ടത്തിൽ കർത്താവ് അതാണ് പറയുന്നത്. ആത്മാവ് ഒരുക്കമുള്ളത്, ശരീരമോ ബലഹീനമത്രേ. ഈ ബലഹീനമായ ശരീരത്തിന്മേൽ കർത്താവ് ആ ശക്തി തന്ന് നമ്മൾ ബോധപൂർവ്വം ഈ ശരീരത്തെ മെഴുക്കിയെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അതിന് വേറെ ഓപ്ഷൻ ഇല്ല. ഇതെന്താണ് എനിക്ക് ആഗ്രഹം ഉണ്ടാകട്ടെ? പ്രാർത്ഥിക്കാൻ എന്താണ് ആഗ്രഹം തോന്നാത്തത്? വചനം വായിക്കാൻ എന്താണ് എനിക്ക് ആഗ്രഹം തോന്നാത്തത്? ദേവാലയത്തിൽ പോകാൻ എന്താണ് ആഗ്രഹം തോന്നാത്തത്? കർത്താവിനെ സ്നേഹിപ്പാൻ എന്താണ് ആഗ്രഹം തോന്നാത്തത്? ശരീരമാണിത് വിലക്കുന്നത്. ഉപവസിക്കാൻ എന്താണ് തോന്നാത്തത്? നോയമ്പെടുക്കാൻ എന്താണ് തോന്നാത്തത്? ശരീരമാണ് വിലക്കുന്നത്. ആത്മാവിൽ നമ്മളെല്ലാവരും ഇതൊക്കെ ആഗ്രഹിക്കുന്നവരാണ്. ആത്മാവിന് താല്പര്യമുണ്ട്. ആർക്കാണ് നോയമ്പെടുക്കാൻ താല്പര്യമില്ലാത്തത്? ആർക്കാണ് കർത്താവിനെ സ്നേഹിക്കുവാൻ താല്പര്യമില്ലാത്തത്? ആർക്കാണ് ദേവാലയത്തിൽ പോകുവാൻ താല്പര്യമില്ലാത്തത്?
പക്ഷേ രാവിലെ ആകുമ്പോൾ ശരീരം പറയും ഇവിടെ കിടന്നോളാൻ പറയും. ദേഹി ഉള്ളിൽ നിന്ന് പറയും, അതായത് ബോധവിചാര മണ്ഡലങ്ങൾ പറയും, ഇച്ചൂടെ കിടന്നിട്ടൊരു കാര്യം ചെയ്യാം, ദേവാലയത്തിൽ നിന്ന് പോകണ്ട, നമുക്ക് ക്ലബിലോട്ട് പോകാമെന്ന് പറയും. ഇപ്പോൾ വളരെ നല്ല കാര്യങ്ങൾക്കായിട്ടും ഞായറാഴ്ച ദിവസത്തെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. നിങ്ങൾക്കാർക്കും കേൾക്കുമ്പോൾ ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള കാര്യമല്ല. ഇപ്പോൾ കുഞ്ഞുങ്ങൾ ഏറ്റവും കൂടുതൽ ട്യൂഷൻ പോകുന്ന ദിവസം ഞായറാഴ്ചയാണ്. ട്യൂഷൻ എടുക്കുന്ന ദിവസം ഞായറാഴ്ച ഇല്ലേ? അല്ല, എടുക്കാറില്ലല്ലേ? സന്തോഷം, ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ കുട്ടിക്കാലത്ത് സമ്മതിക്കുമായിരുന്നു ഈ പരിപാടി. അത്യാവശ്യം ആത്മീയ ജീവിതം നയിക്കുന്ന മാതാപിതാക്കൾ ശനിയാഴ്ച സന്ധ്യയാകുമ്പോൾ പുസ്തകം അടച്ചു വെപ്പിക്കും. എന്നിട്ട് സൺഡേ സ്കൂളിൻ്റെ പുസ്തകമോ വേദപുസ്തകമോ ഒക്കെ വായിച്ചുകൊണ്ടിരുന്നോണം. ഞായറാഴ്ച വൈകിട്ടായാലും. എനിക്ക് ഓർമ്മയുണ്ട്, തിങ്കളാഴ്ച പരീക്ഷയുള്ള ദിവസം എന്നെ സമ്മതിച്ചിട്ടില്ല. ആ തിങ്കളാഴ്ച തൊടാൻ സമ്മതിക്കത്തില്ലായിരുന്നു. മാർക്കൊക്കെ കുറവായിരുന്നിരിക്കാം. പക്ഷേ ഈ ഹൈ റാങ്ക് വാങ്ങിച്ചുകൊണ്ട് പോയ കുട്ടികളൊക്കെ ഇപ്പോൾ എവിടെ? രക്ഷപ്പെട്ടിട്ടില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ പൊതുവെ നോക്കുമ്പോൾ മാതാപിതാക്കളെല്ലാം വിഷമത്തിലാണ്. കുഞ്ഞുങ്ങൾ കയ്യിൽ ഇല്ല. എല്ലാം ഫസ്റ്റ് ക്ലാസ്സും എ ഗ്രേഡും ടോപ്പ് റാങ്കും ഒക്കെയാണ്. പക്ഷേ അരികത്താരുമില്ല. അരികത്ത് വേണമെന്നുള്ളതല്ല, ദൈവിക വ്യാപാരത്തിലില്ല, കൃപയിലില്ല, അത്രയേ ഉള്ളൂ. കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് 95% മാതാപിതാക്കളും അസ്വസ്ഥരാണ്. കുഞ്ഞുങ്ങളെ പ്രതിയാണ് എല്ലാവരും വിഷമിക്കുന്നത്. ശോധന ചെയ്യേണ്ടത് അവനവനെ തന്നെയാണ്. മാതാപിതാക്കളാണ് തങ്ങളെ തന്നെ ശോധന ചെയ്യേണ്ടത്. എല്ലാവരും വന്ന് കുഞ്ഞുങ്ങളങ്ങനെ പോയേ, കുഞ്ഞുങ്ങളിങ്ങനെ പോയേ, കുഞ്ഞുങ്ങൾ പ്രാർത്ഥിക്കുന്നില്ല, നീ പ്രാർത്ഥിക്കുന്നുണ്ടോ? അത് സമയമില്ല ചാ. ഓഫീസിൽ നിന്ന് വരുമ്പോഴത്തേന് 11 മണിയാവും. പിന്നെ എവിടെ പ്രാർത്ഥിക്കാൻ സമയം? ഇത് കണ്ടല്ലേ കുഞ്ഞ് വളരുന്നത്. വേറെ പറയാൻ കൊള്ളാത്ത രീതിയിലുള്ള സ്വഭാവ രീതികൾ കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്നത് നമുക്കിത് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല. അത് ശോധന ചെയ്യേണ്ടത് മാതാപിതാക്കളാണ്. തങ്ങളുടെ ജീവിതത്തിൽ അങ്ങനെയുള്ള സംഗതികൾ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളാണ് നോക്കേണ്ടത്. അപ്പോൾ ആത്മാവ് പറയുന്നത് ശ്രദ്ധിക്കുവാൻ ദേഹിക്ക് താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ ദേഹി ഇങ്ങനെ നെട്ടോട്ട് ഓടിക്കൊണ്ടേ നടക്കും. പക്ഷേ ഈ മാർത്ത എന്ന ദേഹിക്ക് ഒരു ബോധ്യമുണ്ടായി, ഇനിയെങ്കിലും ഞാൻ ആത്മാവിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലണം, എന്നാലേ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് മാർത്ത ഓടി മറിയയുടെ അടുത്ത് വന്ന് പറഞ്ഞു, ഗുരു വിളിക്കുന്നുണ്ട്, നീ അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ഗുരു വിളിക്കുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ മറിയ അവിടുന്ന് എഴുന്നേറ്റു. അവൾ കേട്ട ഉടനെ എഴുന്നേറ്റ് അവൻ്റെ അടുക്കൽ വന്നു. ഇനിയുമുള്ള 30-ാം വാക്യം വായിക്കുമ്പോഴാണ് യേശു ദൂരത്തായിരുന്നു എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാകുന്നത്. ആദ്യം മനസ്സിലാകത്തില്ല. 17-ാം വാക്യം വായിക്കുമ്പോൾ അത് പിടികിട്ടത്തില്ല. 30-ാം വാക്യം വായിക്കുമ്പോഴാണ് യേശു അതുവരെ ഗ്രാമത്തിൽ കടക്കാതെ മാർത്ത അവനെ എതിരേറ്റ സ്ഥലത്ത് തന്നെ ആയിരുന്നു. ഇനി ഇവിടെ ശ്രദ്ധിക്കണം. യേശു മാർത്തയെ മീറ്റ് ചെയ്തൊരു പോയിൻ്റുണ്ട്. മാർത്തയോട് സംഭാഷണം നടത്തിയപ്പോൾ യഥാർത്ഥത്തിൽ എന്തായിരുന്നു കർത്താവ് ചെയ്യേണ്ടത്? ഓടി ഇങ്ങി വരേണ്ടതായിരുന്നു. പക്ഷെ അവിടെ നിന്ന് വലിയ ഫിലോസഫിയൊക്കെ കർത്താവ് അങ്ങോട്ട് പറയുകയാണ്. ഞാൻ തന്നെ പുനരുദ്ധാനം ജീവനുമാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. നേരെ മാർത്ത അങ്ങോട്ട്, അതൊക്കെ എനിക്കറിയാം, ഒടുക്കത്തെ നാൾ ജീവിക്കുമെന്നറിയാം എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്നു. മാർത്ത പോയി കഴിഞ്ഞിട്ടും കർത്താവ് അവിടെ തന്നെ നിന്നു. നോക്കിക്കോണം, സഹോദരൻ മരിച്ചു കിടക്കുകയാണ്. ഇത്രയും വേഗം അവിടെ ചെല്ലേണ്ടതാണ്, വീട്ടുകാരെ ആശ്വസിപ്പിക്കേണ്ടതാണ്. കർത്താവ് അവിടെ തന്നെ നിൽക്കുകയാണ്. യേശു അതുവരെ ഗ്രാമത്തിൽ കടക്കാതെ മാർത്ത അവനെ എതിരേറ്റ സ്ഥലത്ത് തന്നെയായിരുന്നു. അവിടുന്ന് അനങ്ങിയിട്ടില്ല. വീട്ടിൽ അവളോട് കൂടെ ഇരുന്ന് അവളെ ആശ്വസിപ്പിക്കുന്ന യഹൂദന്മാർ മറിയ വേഗം എഴുന്നേറ്റ് പോകുന്നത് കണ്ടിട്ട് അവൾ കല്ലറയ്ക്കൽ കരയുവാൻ പോകുന്നു എന്ന് വിചാരിച്ച് പിഞ്ചെന്നു. മറിയയുടെ പുറകെ യഹൂദന്മാരെല്ലാം പോവുകയാണ്.
യേശുവിനെ കാണാൻ പോവുകയാണ് എന്ന് അവർക്ക് മനസ്സിലായില്ല. അവർ വിചാരിച്ചു കല്ലറയിലോട്ട് ഓടി അവിടെ ചെന്ന് കരയുവാനാണ് എന്ന് വിചാരിച്ച് എല്ലാവരും കൂടെ മറിയയുടെ പുറകെ പോയി. മറിയ നേരെ കർത്താവിൻ്റെ അടുത്ത് ചെന്നു. യേശു ഇരിക്കുന്നിടത്ത് മറിയ എത്തി. അവനെ കണ്ടിട്ട് അവൻ്റെ കാൽക്കൽ വീണു. 20-ാം വാക്യം വായിച്ചേ. 20-ാം വാക്യം. യേശു വരുന്നു എന്ന് കേട്ടിട്ട് മാർത്ത അവനെ എതിരേൽപ്പാൻ ചെന്നു. മറിയയോ വീട്ടിലിരുന്നു. മാർത്ത യേശുവിനോട്, അതായത് മാർത്ത അങ്ങോട്ട് ഓടിച്ചെന്നിട്ട് നേരെ കാര്യം പറയാം. ആരോടാണ്, എന്താണ്, എങ്ങനെ പറയണമെന്ന് ഒരു ബോധ്യമില്ലാതെ മറിയ തത്രപ്പാടിൽ യേശുവിൻ്റെ അടുത്ത് ചെന്ന് നേരെ കാര്യം. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു. ഒരു പരിഭവം തന്നെയാണ്. പ്രാർത്ഥനയിൽ പരിഭവങ്ങളാണല്ലോ നമുക്ക് ഏറ്റവും കൂടുതലുള്ളത്. കർത്താവേ, എന്നോട് ഇങ്ങനെ ചെയ്തല്ലോ, ഞാൻ എന്ത് ചെയ്തിട്ടാണ്? മറിയ എന്താണ് ചെയ്തത്? ഇതാണ് ആത്മാഭിഷേകമുള്ളതിൻ്റെ പ്രത്യേകത. മറിയയ്ക്കറിയാം ആരുടെ അടുത്താണ് പോകുന്നത്. മറിയ ഓടിച്ചെന്ന് നേരെ കാര്യം പറയല്ല, നേരെ അവൻ്റെ കാൽക്കൽ വീണു. മറിയ കർത്താവിനെ എപ്പോൾ കണ്ടാലും കാൽക്കൽ വീഴുമായിരുന്നു. എപ്പോൾ കണ്ടാലും കാൽക്കൽ വീഴും. ഇതാണ് നിങ്ങൾ ലൂക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായം 38-ാം വാക്യം ഒന്ന് നോക്കാം. 7-ാം അധ്യായം 38-ാം വാക്യം. പുറകിൽ അവൻ്റെ കാൽക്കൽ കരഞ്ഞു നിന്ന് കണ്ണീർ കൊണ്ട് അവൻ്റെ കാൽ നനച്ചു തുടങ്ങി തലമുടി കൊണ്ട് തുടച്ച് കാൽ ചുംബിച്ച് തൈലം പൂശി. അപ്പോൾ 10-ാം അധ്യായം 39-ാം വാക്യം കൂടെ വായിച്ച്. 10-ാം അധ്യായം 39-ാം വാക്യം. ഞാൻ ആ വാക്യമാണ് ഉദ്ദേശിച്ചത് കേട്ടോ, മറ്റേ വാക്യമല്ല, ഈ വാക്യമാണ് ഉദ്ദേശിച്ചത്. 38 വായിച്ചോ. പിന്നെ അവർ യാത്ര പോകുകയിൽ അവനൊരു ഗ്രാമത്തിലെത്തി. മാർത്ത എന്നു പേരുള്ള ഒരു സ്ത്രീ അവൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. അവൾക്ക് മറിയ എന്നൊരു സഹോദരി ഉണ്ടായിരുന്നു. അവൾ കർത്താവിൻ്റെ കാൽക്കൽ ഇരുന്ന് അവൻ്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. ഇത് ആത്മാവിൻ്റെ പ്രത്യേകതയാണ്. ആത്മാവിനെപ്പോഴും പരിശുദ്ധാത്മാവിൽ നിന്ന് ദൈവിക രഹസ്യങ്ങളെ അറിയുവാനുള്ള ഒരു വാഞ്ച ഉള്ളിലുണ്ട്. അത് നമ്മുടെ ബോധമനസ്സിൽ നമുക്ക് ബോധ്യമാകാത്തതിൻ്റെ കാരണം ഈ ബോധമനസ്സ് ആത്മാവുമായിട്ട് അകന്നു നിൽക്കുന്നതുകൊണ്ടാണ്. ഇതുവല്ല മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? നമ്മുടെ ദേഹിയും ദേഹവും ആത്മാവുമായിട്ട് കണക്റ്റഡാണ്. ഇതിപ്പോൾ ഒന്നാണ്, 1 യൂണിറ്റാണ്. പക്ഷേ ആത്മാവിനെപ്പോഴും ദൈവിക കാര്യങ്ങളിലാണ് താല്പര്യം. അതേസമയം ദേഹത്തിനും ദേഹിക്കും ലോകത്തോടാണ് താല്പര്യം. ഈ ദേഹത്തെയും ദേഹിയെ നമ്മൾ മെഴുക്കിയെടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരണം. അതിന് ദേഹത്തെ ദണ്ഡിപ്പിക്കാതെ, ദേഹിയെ ദണ്ഡിപ്പിക്കാതെ വേറെ ഓപ്ഷനില്ല. 1 കൊരിന്ത്യർ 9:27. 1 കൊരിന്ത്യർ 9:27. മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി തീരാതെ ഇരിക്കേണ്ടതിന് ഞാൻ എൻ്റെ ശരീരത്തെ ദണ്ഡിപ്പിച്ച് അടിമയാക്കുക അത്രേ ചെയ്തത്. കർത്താവ് കാണിച്ചു തന്നതാ, ശരീരത്തെ അങ്ങോട്ട് ദണ്ഡിപ്പിച്ചു. ശരീരത്തെ ദണ്ഡിപ്പിച്ചു കഴിഞ്ഞപ്പോൾ ആത്മാവിന് അഭിഷേകം കിട്ടി. അതുകൊണ്ട് ശരീരം മുഴുവൻ നശിപ്പിച്ച് കളയണമെന്നല്ല എൻ്റെ അർത്ഥം. അത് ശരീരത്തെ നമ്മൾ ശിക്ഷണത്തിൽ വരുത്തുവാൻ വേണ്ടി അതിനെ ഒന്ന് മെഴുക്കിയെടുത്തെങ്കിൽ അല്ലാതെ ഇത് സാധ്യമാവില്ല. വേറെ ഓപ്ഷനില്ല. കർത്താവ് മേളിൽ ഇരുന്നുകൊണ്ട് സകല സൃഷ്ടിയും രക്ഷപ്പെടട്ടെ എന്ന് വാക്കുകൊണ്ട് പറയുകയല്ല ചെയ്തത്. ശരീരമെടുത്തിറങ്ങി ആ ശരീരത്തെ തകർത്തു. ഇത് തന്നെ നമ്മൾ തുടരേണ്ടിയിരിക്കുന്നു. അത് പത്രോസ്ലിയ പറയുന്നത് അവനൊരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ കാര്യം അതാണ്. ഒരു മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നു. അപ്പോൾ മറിയ യേശുവിൻ്റെ കാൽക്കൽ വീണു. എന്നിട്ടോ ഇനിയുള്ളത് നിങ്ങൾ വായിച്ചേ. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുകയില്ലായിരുന്നു എന്ന് പറഞ്ഞു. ഇനിയും
21 വാക്യം ഒന്നുകൂടെ വായിച്ചേ. 21 വാക്യം ഒന്നുകൂടെ വായിച്ചേ. കർത്താവേ, നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കയില്ലായിരുന്നു. മാർത്ത പറഞ്ഞപ്പോൾ മാർത്തയുടെ അവിശ്വാസമായിട്ട് ഞാൻ പറഞ്ഞു അല്ലേ. മറിയ പറഞ്ഞപ്പോൾ കർത്താവ് കുലുങ്ങി. ഗ്രാമറിനോ ഭാഷയ്ക്കോ അപേക്ഷാ രീതിക്കോ ഒരു വ്യത്യാസമില്ല. വള്ളി പുള്ളി മാറ്റമില്ലാതാണ് രണ്ടുപേരും ഒരേ കാര്യം പറഞ്ഞിരിക്കുന്നത്. പക്ഷെ മാർത്ത പറഞ്ഞപ്പോൾ കർത്താവ് അവിടെ തന്നെ നിന്നു. മറിയ പറഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് നോക്കിയേ. 33 വാക്യം. അവൾ കരയുന്നതും അവളോടുകൂടെ വന്ന യഹൂദന്മാർ കരയുന്നതും യേശു കണ്ടിട്ട് ഉള്ളം കലങ്ങി. അപ്പോൾ മാർത്തയാര്, മറിയാര്? മാർത്ത കർത്താവിൻ്റെ ഒരു ഭക്തയാണ്. മറിയ കർത്താവിൻ്റെ ആരാണ്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടൊക്കെ ഉണ്ട് ഇത് പല രീതിയിൽ. ആരായിരിക്കുമെന്നറിയാമോ? മാർത്ത കർത്തൃഭക്തയാണ്. നമ്മളെല്ലാവരും ഭക്തന്മാരാണ്. നമ്മളെല്ലാം ഓരോ മാർത്തകളാണ്. ഭക്തിക്കൊന്നും നമുക്ക് കുറവില്ല. പക്ഷേ ഭക്തന്മാർ പറഞ്ഞാൽ കർത്താവ് ചിലപ്പോൾ അനങ്ങില്ല. മറിയ ശിഷ്യയാണ്, ശിഷ്യ. ഭക്തിയിൽ നിന്നും ശിഷ്യത്വത്തിലേക്കുള്ള വളർച്ച എന്ന് പറയുന്നത് ആത്മീയതയുടെ മറ്റൊരു വളർച്ചയാണ്. കാരണം ഭക്തന്മാർ കർത്താവിൽ നിന്ന് എന്ത് നേടണം എന്നാഗ്രഹിക്കുമ്പോൾ ശിഷ്യൻ എൻ്റെ കർത്താവിന് എനിക്ക് എന്ത് കൊടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഭക്തന്മാർ അനേകരുണ്ട്. നമ്മൾ പരമല പോകുന്നു, പല പുണ്യസ്ഥലങ്ങളിൽ പോകുന്നു, മറ്റ് മതസ്ഥരും വരുന്നു പോകുന്നു, മറ്റു മതസ്ഥർ അവരുടേതായ സ്ഥലത്ത് പോകുന്നു. ശബരിമലയിൽ ഇതുവഴി എത്രയോ പേര് പോകുന്നു. മെക്കയിൽ പോകുന്ന സഹോദരങ്ങളില്ലേ, അവരെല്ലാവരും ഭക്തന്മാരാണ്. ദൈവഭക്തി ദൈവത്തിൻ്റെ കർത്താവിൻ്റെ ശിഷ്യത്വത്തിലേക്ക് ഉയർത്തണം. ശിഷ്യനായി കഴിഞ്ഞാൽ കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കും. ഭക്തന്മാർ കൊടുക്കണമെന്ന് നിർബന്ധമില്ല. അവർക്ക് കൂടുതലും ഒരു സെൽഫിഷ് നേച്ചർ ഉള്ളിൽ കിടപ്പുണ്ട്. കർത്താവിൽ നിന്ന് എനിക്ക് അത് കിട്ടണം. അപ്പോൾ ആ ഭക്തി ഒരു നല്ല കാര്യമാണ്. അതിൽ കൂടെയാണ് അടുത്ത തലത്തിലേക്ക് കയറേണ്ടത്. ഭക്തിയിൽ നിന്നാൽ പോരാ, ഭക്തന്മാരായി നിന്ന് മരിച്ചു പോകരുത്. ശിഷ്യനാവണം. ശിഷ്യനാവുമ്പോൾ എല്ലാം ഉപേക്ഷിച്ച് കർത്താവിൻ്റെ പിന്നാലെ പോകും. കർത്താവ് മാത്രം മതി. പിന്നെ ഭക്തന് കർത്താവ് മാത്രം പോരാ, വേറെ പല കാര്യങ്ങളും വേണം. ലോകത്തിലുള്ള പല കാര്യങ്ങളും വേണം. അതിൻ്റെ കൂടെ ഭക്തിയും കാണും. ചിലപ്പോൾ കുറച്ച് കൂടുതലും കാണുമായിരിക്കാം. പക്ഷേ അവിടെ കർത്താവ് അനങ്ങണമെന്ന് നിർബന്ധമില്ല, ഉള്ളം കലങ്ങണമെന്ന് നിർബന്ധമില്ല. മാർത്ത പറഞ്ഞ അതേ അപേക്ഷയും അതേ പ്രാർത്ഥനയും വള്ളി പുള്ളിലരാടെ തെറ്റാതെ ഗ്രാമർ മിസ്റ്റേക്ക് ഇല്ലാതെ മറിയയും അതേ കാര്യം തന്നെ പറഞ്ഞപ്പോൾ കർത്താവ് ഉള്ളം കലങ്ങി. ഇനി വേറൊരു കാര്യം, യേശു കണ്ണുനീർ വാർത്തെന്നാണ് പറയുന്നത് അല്ലേ. 34 വാക്യം വായിച്ചേ. അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. കർത്താവെ, വന്നു കാണുക എന്ന് അവർ അവനോട് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. പണ്ട് സൺഡേ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ വേദോത്സവത്തിലെ ഏറ്റവും ചെറിയ വാക്യം ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഉത്തരം എഴുതുന്ന വാക്യമായിരുന്നു ഇത്. യേശു കണ്ണുനീർ വാർത്തു. സത്യത്തിൽ കർത്താവ് എന്തിനാണ് കരഞ്ഞത്? ചിന്തിച്ചിട്ടുണ്ടോ? അതായത് എൻ്റെ ചോദ്യം, കർത്താവിനറിയാമല്ലോ ലാസറിനെ ഉയർപ്പിക്കാൻ പോവുകയാണ് എന്നുള്ള കാര്യം. കാരണം ഇപ്പുറത്ത് പറയുന്നുണ്ട്, നിൻ്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും. അത് കർത്താവിന് അറിയുകയും ചെയ്യാം. ഞാൻ വിളിച്ചാൽ എഴുന്നേറ്റ് വരുമെന്നും അറിയാം. അങ്ങനെയുള്ള കർത്താവ് ലാസർ മരിച്ചത് ഓർത്തല്ല എന്തുവായാലും കരഞ്ഞത് ആണോ? ഒരു വീട്ടിൽ മരണം നടക്കുമ്പോൾ നമ്മൾ എന്തിനാണ് കരയുന്നത്? കാരണം ഭൗതികമായി ആളിനി ഇല്ല. ഉയർത്തെഴുന്നേൽക്കുമെന്ന് അറിയുമെങ്കിൽ കരയേണ്ട ആവശ്യമുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ ചിന്തിക്കൂ, മരണകരമായ രോഗം പിടിയിട്ട് ICUയിൽ കിടക്കുന്നു.
അവൻ്റെ സ്ഥിതി എന്താകുമെന്ന് ഒരു നിശ്ചയമില്ലെങ്കിൽ നമ്മൾ പുറത്തു നിന്ന് വിഷമത്തിൽ കരഞ്ഞെന്നിരിക്കും. പക്ഷേ ഡോക്ടർ ഉറപ്പിച്ചു പറയുകയാണ് എല്ലാം ശരിയായി, കാര്യങ്ങളെല്ലാം ക്ലിയറായി, സൗഖ്യം പൂർണ്ണമായി പ്രാപിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ കരയുമോ? അതിൻ്റെ ആവശ്യമില്ല. ലാസർ ഉയർത്തെഴുന്നേൽക്കുമെന്നുള്ള കാര്യം കർത്താവിന് കൃത്യമായിട്ടറിയാം. പിന്നെ എന്തിന് കർത്താവ് കരഞ്ഞു? അതിലൊരു കാരണം ഞാൻ മുമ്പേ പറഞ്ഞു. ആ വീട്ടിലെ ദേഹിയുടെ മണ്ഡലം ആയ മർത്ത എന്ന പ്രതിനിധി, അവൾക്കിപ്പോഴും മറിയയുടെ ശിഷ്യത്വത്തിലേക്ക് വരുവാൻ കഴിഞ്ഞില്ല. അത് കർത്താവിനെ വേദനിപ്പിച്ചിട്ടുണ്ട്. 2, തൻ്റെ ശിഷ്യയുടെ ഉള്ളം കലങ്ങിയാൽ കർത്താവിൻ്റെ ഉള്ളം കലങ്ങും. ഭക്തൻ്റെ ഉള്ളം കലങ്ങിയാൽ കർത്താവ് ചിലപ്പോൾ അവിടെ തന്നെ നിൽക്കും. കാരണം അവൻ്റെ ഉള്ളിൽ ലോകവ്യാപാരങ്ങളും കിടപ്പുണ്ട്. ശിഷ്യൻ്റെ ഉള്ളിൽ ഒരു ലോകവ്യാപാരവും ഇല്ല. അവൻ്റെ ഉള്ളിൽ കർത്താവ് മാത്രമേ ഉള്ളൂ. അവൻ്റെ ഉള്ളിൽ നൊന്താൽ കർത്താവ് അപ്പം അനങ്ങും. കർത്താവിന് പിടിച്ചിരിക്കാൻ പറ്റില്ല. ഇനി ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ആ ശിഷ്യയോ ശിഷ്യനെയോ ഒരു വ്യതയ്ക്കോ അല്ലെങ്കിൽ വേദനയ്ക്കോ ദൈവത്തിൻ്റെ പദ്ധതി പ്രകാരം ഇയ്യോബിനെ പോലെ സഹിക്കേണ്ടതായിട്ടുണ്ടെങ്കിൽ, കഴിഞ്ഞ ആഴ്ച ഞാൻ ആരോടോ പറഞ്ഞ പോലെ, കർത്താവ് അത് അനുവദിച്ചിട്ട് നോക്കി നിൽക്കുകയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. അതിന് കൃത്യമായൊരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. അതായത്, നിങ്ങളുടെ അമ്മയോ അപ്പനോ അല്ലെ മകനോ മകളോ മരണകരമായ ഒരു അസുഖം ബാധിച്ച് ICUവിൽ കിടക്കുകയാണെന്ന് വിചാരിക്കുക. ഒരു ബോധവുമില്ല. ആരടുത്ത് ചെന്നാലും തിരിച്ചറിയത്തുമില്ല, അടുത്ത് ചെന്നിട്ടും കാര്യമില്ല. ഒരു ബോധവുമില്ല. 1 ദിവസം കഴിഞ്ഞു, 2 ദിവസം കഴിഞ്ഞു, 3 ദിവസം കഴിഞ്ഞു, 4 ദിവസം കഴിഞ്ഞു. കോൺഷ്യസ്നെസ് വന്നിട്ടേയില്ല. ആൾ കോൺഷ്യസ് അല്ല. അതുകൊണ്ട് തന്നെ ഈ ലോകത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് അവൻ അറിയത്തേയില്ല എന്ന് കണ്ട് അവന് ലോകവുമായിട്ടൊരു ബന്ധവുമില്ല. അവൻ എന്താണ് സംഭവിക്കുന്നതെന്ന് അവൻ അറിയുന്നില്ല. അതുകൊണ്ട് അവൻ്റെ മാതാപിതാക്കൾ വീട്ടിൽ പോയിരിക്കുമോ? ഇരിക്കുമോ? ആ ICUവിൻ്റെ വാതിൽ കാണും ഈ 5 ദിവസവും. അല്ലെങ്കിൽ എന്ന് അവൻ അവിടെ നിന്ന് ഇറങ്ങും അന്ന് വരെയും കാണും. അവിടെ ഇരുന്നിട്ട് വല്ല കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. അകത്തോട്ട് കയറാൻ പോലും സമ്മതിക്കുന്നില്ല എന്നുള്ള അവസ്ഥയാണെങ്കിൽ വെറുതെ അവിടെ ഇരിക്കും, ഭക്ഷണം പോലും കഴിക്കില്ല. അനീതിയുള്ള നമുക്ക് ഇങ്ങനെയാണ് സ്നേഹത്തിൻ്റെ അവസ്ഥയെങ്കിൽ, സ്നേഹവാനായ ദൈവം നമ്മളെ ഒരു പരീക്ഷയ്ക്ക് വിട്ടുകൊടുത്തിട്ട് മാറിപ്പോയി കൂത്തിയിരിക്കുമല്ല. നമ്മുടെ കൂടെ അപ്പുറത്ത് നിന്ന് മാറി കരയുന്നുണ്ടാവും. കർത്താവിന് വേറെ ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. ചിലരെ ശുദ്ധീകരിച്ച് എടുക്കണമെന്നുണ്ടെങ്കിൽ, പിശാചിൻ്റെ കെണിയിൽ കിടക്കുന്ന ചില അവസ്ഥകളിൽ നിന്ന് വീണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല പോലെ ഉരച്ച് കഴിയേ പറ്റത്തുള്ളൂ. നല്ല പോലെ ഉരയ്ക്കേണ്ടി വരും. വേറെ ഓപ്ഷനില്ല. അതിനൊരു ഓപ്പറേഷൻ വേണ്ടി വരും. അത് തൻ്റെ ശരീരത്തിൽ കൂടി താൻ അത് കാണിച്ചു തന്നിട്ടുണ്ട്. അത് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ നമ്മുടെ തന്നെ രക്ഷയ്ക്ക് വേണ്ടി നമ്മളെ തന്നെ ശുദ്ധീകരിക്കുവാൻ ചിലപ്പോൾ ഒരു ക്രൂശീകരണം അനുവദിച്ചിട്ടേക്കുമ്പോൾ കർത്താവ് ദൂരെ മാറി നിന്നിട്ട് വേറെ പണിക്ക് പോവുകയല്ല. ആ ക്രൂശീകരണത്തോടൊപ്പം അവൻ നമ്മുടെ കൂടെ തന്നെ വേദന എടുക്കുന്നുണ്ട്. ഉള്ളം കലങ്ങുന്നുണ്ട്. കർത്താവിൻ്റെ ഉള്ളം കലങ്ങി എന്നാണ് പറയുന്നത്. അത് ശിക്ഷയാകുമ്പോൾ അതിൻ്റെ ആക്കം കൂടും. ആക്കം തീർച്ചയായിട്ടും കൂടും. അവനെ വെച്ചത് എവിടെയെന്ന് ചോദിച്ചു. കർത്താവെ വന്നു കാണുക എന്നവർ അവനോട് പറഞ്ഞു. യേശു കണ്ണുനീർ വാർത്തു. ആകയാൽ യഹൂദന്മാർ കണ്ടോ അവനോട് എത്ര പ്രിയമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. ചിലരോ കുരുടൻ്റെ കണ്ണു തുറന്ന് ഇവനെയും മരിക്കാതാക്കുവാൻ കഴിഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. ഇതാണ് കർത്താവിൻ്റെ ഉള്ളം കലങ്ങുവാൻ മറ്റൊരു കാരണം. യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ഉള്ളം കലങ്ങിയത് എന്താണെന്ന് ഇവർക്ക് ആർക്കും മനസ്സിലാകുന്നില്ല. മറിയയ്ക്ക് മാത്രമേ ഇത് പിടികിട്ടിയിട്ടുള്ളൂ. അതുകൊണ്ട് മറിയ ഒന്നും മിണ്ടുന്നില്ല. അവിടെ കൂടെ പോയിരുന്ന യഹൂദന്മാരെല്ലാം ഓരോ അഭിപ്രായം പറയുക.
ഇത്രയൊക്കെ ആയിട്ടും ഒരു കൂട്ടർ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണ്? കുരുടൻ്റെ കണ്ണ് സൗഖ്യമാക്കിയവന് ഇവനെ മരിക്കാതിരിക്കുവാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ളതാണ്. മറിയ ആത്മാവിൻ്റെ പ്രതീകമാകിയാൽ മറിയയ്ക്ക് കൃത്യമായിട്ട് അറിയായിരുന്നു കർത്താവ് എന്തെങ്കിലും ചെയ്യും, അവനെ ഉയർപ്പിക്കും. ഇത് കർത്താവിനും അറിയാം. പക്ഷെ ഇത് മറിയയുടെ രക്ഷയ്ക്ക് വേണ്ടി മാത്രമല്ലല്ലോ കർത്താവ് വന്നിരിക്കുന്നത്, ലോകത്തിൻ്റെ മുഴുവൻ്റെയും രക്ഷയ്ക്ക് വേണ്ടിയാണ്. ആ യഹൂദന്മാർ കൂടെ നിന്നവരെല്ലാം നമ്മുടെ എല്ലാം പ്രതിനിധികളാണ്. പക്ഷെ നമുക്കാർക്കും മനസ്സിലാവുന്നില്ലിത്. അതുകൊണ്ട് കർത്താവിൻ്റെ ഉള്ളം കലങ്ങുകയാണ്. യേശു പിന്നെയും ഉള്ളം തൊന്ത് കല്ലറയ്ക്കലെത്തി. അതൊരു ഗുഹയായിരുന്നു. ഒരു കല്ലും അതിന്മേൽ വെച്ചിരുന്നു. കല്ല് നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു. കല്ല് നീക്കുവീൻ എന്ന് യേശു പറഞ്ഞു. മരിച്ചവൻ്റെ സഹോദരിയായ മാർത്ത കണ്ടോ, മാർത്തയ്ക്ക് ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെ നിൽക്കുകയാണ്. മറിയ മിണ്ടുന്നില്ല. ഇത് ശ്രദ്ധിക്കണം, മറിയ മിണ്ടുന്നില്ല. മറിയയുടെ ഒരു സാന്നിധ്യമോ ഇന്നത് പറഞ്ഞെന്നോ ഒന്നും മിണ്ടുന്നില്ല. ഇതാണ് ആത്മീയൻ്റെ മറ്റൊരവസ്ഥ. അവൻ്റെ ലക്ഷണത്തിൽ മൗനത്തിന് വലിയധികം പ്രാധാന്യമുണ്ട്. ആവശ്യത്തിലല്ലാതെ അധികമായി ഒന്നും അവൻ സംസാരിക്കില്ല. ഇതാണ് ആത്മീകൻ്റെ മറ്റൊരു ലക്ഷണം. ചുമ്മാ അതും ഇതുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? വെറുതെ നമ്മുടെ എനർജി വേസ്റ്റായി പോവുകയാണ്. നമ്മൾ വിചാരിക്കും ഇതിനകത്ത് എന്താണ് തെറ്റ് എന്നുള്ളത്. തെറ്റല്ലത്, തെറ്റിൻ്റെ പ്രശ്നമല്ലത്. ഇപ്പോൾ ഒരു വിശുദ്ധ കുർബാന കഴിഞ്ഞിട്ട് നിങ്ങളൊരു നല്ല ആത്മനിറവിൽ ഇറങ്ങിപ്പോകുകയാണെന്ന് വിചാരിക്കുക. നിങ്ങളെല്ലാവരും കൂട്ടമായിട്ട് നടന്ന് വീട്ടിൽ പോകുന്നു. ഇപ്പോൾ അങ്ങനെയില്ല, എല്ലാവരും കാറിലായതുകൊണ്ട് ആ പ്രശ്നം അങ്ങ് ഒഴിവായി കിട്ടും. പണ്ട് അങ്ങനെയല്ലായിരുന്നു. എല്ലാവരും നടന്നൊക്കെയാണ് വീട്ടിൽ പോകുന്നതുകൊണ്ട് അയലോക്കക്കാരെല്ലാം കൂടെ ഒരുമിച്ചൊക്കെയാണ് നടക്കുന്നത്. നടക്കുന്ന കൂട്ടത്തിൽ ഉടനെ പിന്നെ മൂന്നാമതൊരാളുടെ കുറ്റമോ അല്ലെങ്കിൽ വ്യർത്ഥ കാര്യങ്ങളോ അല്ലെങ്കിൽ തമാശയായിരിക്കും ചിലവും പറയുന്നത് തെറ്റാണോ? ഒരു തമാശ പറയുന്നത് തെറ്റാണോ? ഒരു തെറ്റുമില്ല. പക്ഷെ പ്രശ്നം എന്താണെന്നറിയാമോ? കിട്ടിയ എനർജി അങ്ങ് ഇറങ്ങിപ്പോവും. അതാണ് പ്രശ്നം. കാരണം നമ്മൾ സംസാരിക്കുന്നതിലൂടെയും നമ്മൾ നോക്കുന്നതിലൂടെയും കാണുന്നതിലൂടെയും ലോകപരമായ പല അശുദ്ധികളും അതിലുണ്ടെങ്കിൽ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ടുണ്ടാക്കിയ എനർജി വ്യാപാരം കുറേശ്ശെ ഇറങ്ങിപ്പോയിക്കൊണ്ടേയിരിക്കും. വീട്ടിൽ ചെല്ലുമ്പോഴത്തേന് ഇന്നലത്തെ പോലെയുള്ള അവസ്ഥയാണ്. ശനിയാഴ്ച പകൽ എങ്ങനെ ഇരുന്നു അതുപോലെ തന്നെ ഞായറാഴ്ച കുർബാന കഴിയുമ്പോഴും ഇരിക്കുകയാണ്. കാരണം കുർബാനയൊക്കെ അനുഭവിച്ചു, പക്ഷേ കിട്ടിയ എനർജി നമ്മുടെ വായിൽ കൂടെയും കണ്ണിൽ കൂടെയും മൂക്കിൽ കൂടെയും ഈ ചെവിയിൽ കൂടെയൊക്കെ പറഞ്ഞു വിട്ടു. 4 പേരുടെ കുറ്റവും പറഞ്ഞ് ആവശ്യമില്ലാത്തതെല്ലാം വലിച്ചു വാരിയും തിന്ന് കേൾക്കണ്ടാത്ത കോമഡിയെല്ലാം കേട്ട് ആവശ്യമില്ലാത്തടത്ത് പോയി നിന്ന് കൊടുത്ത് ശരീരത്തെയും കണ്ണിനെയും നാക്കിനെയും മൂക്കിനെയും തൊക്കിനെയും എല്ലാം നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. തെറ്റാണോ എന്ന് ചോദിച്ചാൽ ഒന്നുമല്ല, തെറ്റൊന്നുമല്ല. എന്തോ തെറ്റ്? ഈസ്റ്റർ കഴിയാൻ നോക്കിയിരിക്കുകയാണ് ഒരു കുപ്പി പൊട്ടിച്ച് ഒന്ന് കുടിക്കുവാൻ. അപ്പം ഇത്രയും നാൾ 50 ദിവസം നോമ്പെടുത്ത മൊത്തം പോയില്ലേ? 95% ക്രിസ്ത്യാനികൾ അങ്ങനെയാണ് ചെയ്യുന്നത്. നോയമ്പ് വീടണമെങ്കിൽ അല്പം മദ്യം സേവിക്കണം എന്നെങ്ങനെയോ നമ്മുടെ അച്ചായന്മാരുടെ ഉള്ളിൽ കയറിയിട്ടുണ്ട്. അത്രയും നാൾ നോയമ്പൊക്കെ എടുക്കും. ഇവരെല്ലാം നല്ല വൃത്തിയായിട്ട് നോയമ്പെടുക്കുമെന്നേ. ഭംഗിയായിട്ട് ഉപവസിച്ചൊക്കെ നോമ്പെടുത്തിട്ട് ആ ഈസ്റ്ററിൻ്റെ അന്ന് ആ ഉച്ചഭക്ഷണത്തിൻ്റെ കൂടെ അല്ലെങ്കിൽ അന്ന് വൈകിട്ടോ എല്ലാവരും കൂടെ കൂടി ഒന്ന് സന്തോഷിക്കും. 50 ദിവസത്തെ എനർജി ഡിം. ഇതും കൊണ്ടാണ് വീട്ടിലോട്ട് പോകുന്നത്. അപ്പോൾ അവിടെയും പറ്റി ഇത് സ്പ്രെഡ് ചെയ്യുകയാണ്. അപ്പോൾ നോമ്പിന് മുമ്പുള്ള അതേ അവസ്ഥ നോമ്പിന് ശേഷമാകും. നോമ്പ് കഴിയുമ്പോൾ നമ്മൾ ഒരു പടിയുടെ വിശുദ്ധിയിലേക്ക് വന്ന് അവിടെ നിന്നാണ് അടുത്ത യാത്ര തുടങ്ങുന്നത്. അല്ല നോമ്പ് കഴിഞ്ഞിട്ട് നേരെ താഴേക്ക് വരികയല്ല. അങ്ങനെ ഓരോ പടി കയറി മരണം അടുക്കാറാകുമ്പോഴത്തേന് കർത്താവിൻ്റെ പ്രതിമയായിട്ട് മാറണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതേ പ്രതിമയായി രൂപാന്തരപ്പെടും. തേജസ്സിന്മേൽ
തേജസ് പ്രാപിച്ചു. അപ്പോൾ വിശുദ്ധിയിൽ നിന്ന് വിശുദ്ധി പ്രാപിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ആ തേജസ്സിന്മേൽ തേജസ് കയറി വരത്തുള്ളൂ. അല്ലാതെ ഞായറാഴ്ച മാത്രം വിശുദ്ധരായിരുന്നിട്ട് എന്ത് കാര്യം? ഓരോ ഞായറാഴ്ച കഴിയുമ്പോഴും പിറ്റേന്ന് തൊട്ടുള്ള അടുത്ത ശനിയാഴ്ച വരെയുള്ള നമസ്കാരക്രമങ്ങൾ അടുത്ത ഞായറാഴ്ചത്തെ വിശുദ്ധ കുർബാനയ്ക്കുള്ള ഒരുക്കമാണ്. ഒരൊറ്റ വീട്ടിൽ പോലും തീർത്ത് അടച്ചു പറയല്ല, പഴയതുപോലെ സന്ധ്യാ നമസ്കാരവും പ്രഭാത നമസ്കാരവും ഇല്ല. സഭ അതിനുള്ള ക്രമീകരണം എല്ലാം ചെയ്ത് പുസ്തകമൊക്കെ ആക്കി കൊടുത്തിട്ടുണ്ട്. പക്ഷേ ആര് ചെയ്യാൻ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. എത്രയോ സ്ഥലത്ത് ഞാൻ പോകുമ്പോൾ, ഇപ്പോൾ വീടുകളുടെ കൂദാശയ്ക്ക് ആണെങ്കിൽ പോലും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമീൻ എന്ന് പറയാൻ അറിയില്ല. ചിലപ്പോൾ എൻ്റെ കൂടെ കയറി തുടങ്ങും. അത് പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായ്ക്കും സ്തുതി എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റില്ലെന്ന് ചോദിച്ചാൽ പറ്റും, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ചിലതിന് ഒരു ഓർഡർ ഉണ്ടല്ലോ. ശുഭഹാലൊക്കെ നമ്മുടെ കൂടെ കയറി ചൊല്ലിക്കളയും. അറിയില്ല, അതാണ്. കൗമ ചൊല്ലിയാൽ ദൈവമേ നീ പരിശുദ്ധനാണെന്നും അറിയില്ല. കർത്താവെ ഞങ്ങളോട് കരുണ ചെയ്യണമേ എന്നുള്ളത് അറിയില്ല. ദൈവമേ നിനക്ക് സ്തുതി എന്നുള്ള അറിയില്ല. ആകെ പാടെ അറിയാവുന്ന സ്വർഗസ്ഥനായ പിതാ. അന്നേരം പെട്ടെന്ന് എല്ലാവരും കൂടി ഒരു ശബ്ദം കേൾക്കുന്നേക്കാം. കൃപ നിറഞ്ഞ മറിയമേ അറിയില്ല. അനുഗ്രഹങ്ങൾ നിറഞ്ഞവനെ ചൊല്ലിയാൽ തീർന്നു. പിന്നെ അച്ഛൻ തന്നെ ചൊല്ലേണ്ടി വരും മുഴുവൻ അങ്ങോട്ട്. അതുകൊണ്ട് ഞാൻ പലയിടത്തും പോകുമ്പോൾ ചോദിക്കും, നിങ്ങൾ നമസ്കാരം അറിയാവുന്നവരാണോ? ഇത് നേരത്തെ അങ്ങ് അറിഞ്ഞിരുന്നാൽ നമുക്ക് നമ്മളെ തന്നെ അങ്ങ് ഒരുങ്ങി നിൽക്കാമല്ലോ. അല്ലെ നമുക്കൂടെ ആ മുഴുവൻ എനർജി അങ്ങ് പോകും. ഒന്നും മിണ്ടത്തില്ലെന്നേ, വെറുതെ നിൽക്കും. നിൽക്കുന്ന നിപ്പൊക്കെ കണ്ടാൽ അതിനേക്കാൾ രസമാണ്. ദൈവസന്നിധിയിലാണ് നിൽക്കുന്നതെന്നുള്ള ബോധമില്ല. ബഹളോ പ്രശ്നമൊന്നും ഉണ്ടാക്കുന്നില്ല. പക്ഷെ ആ ശരീരഭാഷയുണ്ടല്ലോ വളരെ അരോചകമാണ്. കുർബാന അനുഭവിക്കാൻ ചിലത് വരുന്നത് കണ്ടില്ലേ, അറ്റൻഷനായിട്ട് വരും. അവിടുന്ന് അറ്റൻഷനായിട്ട് വരും. അനുഭവിക്കാൻ നിൽക്കുമ്പോഴും അറ്റൻഷനാണ്. എല്ലാത്തിനും ഒരു ശരീരഭാഷയും കൂടെയുണ്ട്. ദൈവസന്നിധിയിൽ നിൽക്കുന്നതിനും ഇരിക്കുന്നതിനും ഈവൻ സംസാരിക്കുന്നതിന് പോലും ശരീരഭാഷയുണ്ട്. ആ ഭാഷയ്ക്ക് അനുയോജ്യമായ രീതിയിൽ നമുക്കത് ചെയ്താൽ അതിന് അഭംഗി ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാണ് അതില്ലാത്ത? ഈ ബോധം നമ്മുടെ ഉള്ളിലില്ല, ബോധമില്ല. ആത്മാവിന് ഈ ബോധമുണ്ട്, പക്ഷേ ശരീരത്തിന് ദേഹിക്കും ഇത് അറിയത്തില്ല. മാർത്ത ഇവിടെ കണ്ടോ, പിന്നെയും അതേ അവസ്ഥയാണ്. മാർത്ത പറയാണ്, കർത്താവേ നാറ്റം വെച്ച് തുടങ്ങി, 4 ദിവസമായല്ലോ, ഇനി നമുക്ക് വീട്ടിൽ പോയാൽ പോരെ? വെറുതെ കല്ല് മാറ്റി ദേശമെല്ലാം നാറ്റിക്കണോ എന്നാണ് ചോദിക്കുന്നത്. അത്രയുള്ളൂ ദേഹിയുടെ വിശ്വാസത്തിൻ്റെ തലം. നമ്മുടെ ദേഹവും ദേഹിയും ആത്മാവിനൊത്ത് ഉയർന്നു നിന്നാൽ മാത്രമേ കർത്താവിൻ്റെ 2ാം വരവ് അവിടെ സംഭവിക്കത്തുള്ളൂ. അങ്ങനെ ഒരു കാര്യമുണ്ട് കേട്ടോ. ഈ 2ാം വരവെന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ മോമെൻറ്റിൽ ഒരു വാക്കുണ്ടല്ലോ, മഹത്വപ്രത്യക്ഷത മാത്രമല്ല. സെക്കൻഡ് കമ്മിങ് മസ്റ്റ് ഹാപ്പൻ വിത്തിൻ യു. നിൻ്റെ ഉള്ളിൽ സംഭവിക്കേണ്ടതാണത്. അത് ചിലരുടെ ഉള്ളിൽ സംഭവിച്ചിട്ടുണ്ട്. കർത്താവിൻ്റെ വരവ് സമീപിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ സമീപിച്ച് കഴിഞ്ഞവരുണ്ട്. നമ്മുടെ ശരീരവും നമ്മുടെ ദേഹിയും നമ്മുടെ ആത്മാവിനോടൊത്ത് പരിശുദ്ധാത്മാവുമായിട്ട് ഒന്നിച്ച് ലയനമായി കഴിയുമ്പോൾ അവൻ്റെ ഉള്ളിൽ ദ സെക്കൻഡ് കമ്മിങ് ഹാസ് ഹാപ്പൻഡ്. അല്ലാതെ മാജിക് പോലെ ഒരു സംഭവം മാത്രമല്ലത്. അങ്ങനെ ഒരു മഹത്വ പ്രത്യക്ഷതാ ദിവസം ഉണ്ട്. പക്ഷേ ഈ സെക്കൻഡ് കമ്മിങ് എല്ലാവരുടെയും ഉള്ളിൽ ഒരു പൂർത്തീകരണം സംഭവിച്ചിട്ടേ അത് സംഭവിക്കാൻ സാധ്യമാകുകയുള്ളൂ. അതുകൊണ്ടാണ് ഇത് താമസിക്കുന്നത്. മാർത്തയുടെ അവസ്ഥ ഇങ്ങനെയാണ്, ഇപ്പോഴും ദേഹിയുടെ അവസ്ഥ ഇങ്ങനെയാണ്. ഇത്രയും കാര്യം കണ്ടിട്ടും കല്ല് നീക്കുവാൻ കർത്താവ് പറഞ്ഞിട്ടും മാർത്തയ്ക്ക് സംശയം. കാരണം ആത്മാവിൻ്റെ വ്യാപാരവുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുവാൻ ഇപ്പോഴും മാർത്ത എന്ന ദേഹിക്ക് കഴിഞ്ഞിട്ടില്ല.
കല്ല് നീക്കുവീനെന്ന് യേശു പറഞ്ഞു. മരിച്ചവൻ്റെ സഹോദരിയായ മാർത്ത, കർത്താവെ, നാറ്റം വെച്ച് തുടങ്ങി 4 ദിവസമായല്ലോ എന്ന് പറഞ്ഞു. യേശു അവളോട്, വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും എന്ന് ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ? ശാസനയാണ് ഇനി ശാസനയാണ്. അവർ കല്ല് നീക്കി. യേശു മേലോട്ട് നോക്കി. പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ, ലാസറേ, പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. മരിച്ചവൻ പുറത്തു വന്നു. അവൻ്റെ കാലും കൈയും ശീലയും കൊണ്ട് കെട്ടിയും മുഖം റൂമാൽ കൊണ്ട് മൂടിയുമിരുന്നു. അവൻ്റെ കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ എന്ന് യേശു അവരോട് പറഞ്ഞു. ഇങ്ങോട്ട് നോക്കി ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്ക് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കാം. കർത്താവ് ദൈവനാമമഹത്വത്തിനായിട്ടാണ് ലാസറിനെ അഴുകുവാൻ വിട്ടത്. കർത്താവ് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയിൽ, പിതാവേ, നീ എൻ്റെ അപേക്ഷ കേട്ടതിനാൽ ഞാൻ നിന്നെ വാഴ്ത്തുന്നു. നീ എപ്പോഴും എൻ്റെ അപേക്ഷ കേൾക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞിരിക്കുന്നു. എങ്കിലും നീ എന്നെ അയച്ചു എന്ന് ചുറ്റും നിൽക്കുന്ന പുരുഷാരം വിശ്വസിക്കേണ്ടതിന് അവരുടെ നിമിത്തം ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ പറഞ്ഞിട്ട് അവൻ, ലാസറേ, പുറത്തു വരിക എന്ന് ഉറക്കെ വിളിച്ചു. നമ്മൾ പഠിച്ചിട്ടുള്ള വേറൊരു കാര്യമായിട്ട് ഇതിനെ ഒന്ന് ലിങ്ക് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ ദിവസേന മരിക്കുന്നവരാണ് എന്നുള്ള കാര്യം നമ്മൾ പഠിച്ചു കഴിഞ്ഞാണല്ലോ. തിന്മയായിട്ടുള്ള പ്രവൃത്തിയിലാണ്, അല്ലെ ദൈവകൃപയിലല്ലാതാണ് നമ്മൾ ആ ദിവസത്തെ ജീവിതം കഴിച്ചു കൂട്ടിയിരിക്കുന്നതെങ്കിൽ ആ ദേഹി ആരുടെ പിടിയിൽ ചെന്നിരിക്കും? പിശാചിൻ്റെ പിടിയിലിരിക്കും. അതേസമയം ദൈവിക വ്യാപാരങ്ങൾ കർത്താവിനോടൊത്തുള്ള ജീവിതമാണെങ്കിൽ ആ ദേഹി മരിച്ച് ക്രിസ്തുവിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റോടുകൂടി മറിഞ്ഞിരിക്കും. അപ്പോൾ പിശാചിൽ ബന്ധിതമായിരിക്കുന്ന ദേഹികളെല്ലാം മരിച്ച ദേഹികളാണ്. അവയ്ക്ക് ദൈവത്തെ സ്തുതിക്കുവാൻ സാധിക്കുന്നതല്ല. ഈ ദേഹിയോട് കർത്താവ് കൽപ്പിക്കേണ്ടിയിരിക്കുന്നു, ലാസറേ, പുറത്തു വരിക. നിങ്ങളെല്ലാം മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ പേരെഴുതി കൊടുക്കുന്നവരാണല്ലോ, അല്ലേ? നിങ്ങളുടെ അപ്പനും അമ്മയും മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ അവരെ ഓർക്കുവാൻ വേണ്ടി അവരുടെ പേരുകൾ എഴുതി കൊടുക്കും, അല്ലേ? അതായത് ജീവിതകാലത്ത് അവർ ചെയ്തു പോയിട്ടുള്ള എന്തെങ്കിലും ബലഹീനതകളോ കുറവുകളോ ഉണ്ടെങ്കിൽ ക്ഷമിച്ച് അവരുടെ ദേഹിയെ പാതാളത്തിൽ നിന്നും പരദീസയിലാക്കുവാനാണത്. അത് ശരി, സമ്മതിച്ചു. മരിച്ചവരുടെ കൂട്ടത്തിൽ നിങ്ങളെ തന്നെ ഓർക്കാമോ? ഞാൻ ഓർത്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. എൻ്റെ ദേഹി ചത്ത് കിടക്കുന്ന എത്രയോ ഭാഗങ്ങളുണ്ടോ എനിക്കറിയാം, അത് ഉയർപ്പിക്കണ്ടേ? അപ്പോൾ വിശുദ്ധ കുർബാനയിൽ, കർത്താവെ, നിൻ്റെ സാന്നിധ്യത്തിൽ നിന്ന് അകന്ന് ജീവിച്ച നാളുകളിൽ എൻ്റെ ഉള്ളിൽ സംഭവിച്ചിരിക്കുന്ന മരണങ്ങൾ, എൻ്റെ ദേഹി ചത്ത് അവൻ്റെ കയ്യിലിരിപ്പുണ്ടെങ്കിൽ അത് അവകാശമായിട്ട് അവൻ പറയുന്നതിന് മുമ്പേ, ജോൺ സാമുവേലെ, പുറത്തു വരിക, കം ഔട്ട് എന്നുള്ള ശബ്ദം അവൻ എൻ്റെ ദേഹിന്മേൽ കൊടുക്കണം. അവൻ പറഞ്ഞാൽ പിശാചിനെ വിടാതിരിക്കാൻ പറ്റില്ല. കാരണം പിശാചിന്മേൽ അധികാരമുള്ളവനാണ് യേശു. മരണത്തെ തോൽപ്പിച്ചവനാണ്. അതിനാണ് മരണത്തെ തോൽപ്പിച്ചത്. നമ്മളെ ജീവിപ്പിക്കുവാനാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. കൊലോസ്യർ 2:12, സ്നാനത്തോടുകൂടി അവനോടുകൂടി നമ്മൾ മരിച്ചടക്കപ്പെട്ടു. കൊലോസ്യർ 2:12 വായിച്ചോളൂ. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 12-ാം വാക്യം. സ്നാനത്തിൽ നിങ്ങൾ അവനോടുകൂടി അടക്കപ്പെടുകയും അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ച് ദൈവത്തിൻ്റെ വ്യാപാരശക്തിയാലുള്ള വിശ്വാസത്താൽ അവനോടുകൂടെ നിങ്ങളും ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. സ്നാനത്തിൽ ഈ ഉയർപ്പ് സംഭവിച്ചു. അതായത് അവനോടുകൂടെ മരിച്ചു, അവൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ശക്തിയാൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു.
പക്ഷേ പിന്നീടുള്ള ജീവിത വ്യവഹാരങ്ങളിൽ നമ്മൾ പിന്നെയും മരിച്ചു. ഇനിയും കർത്തൃശബ്ദത്താൽ നമ്മൾ ഉയർത്തെഴുന്നേൽക്കുവാനായിട്ട് കർത്തൃസന്നിധിയിൽ മറിയ പോയി ഇരുന്ന പോലെ ഇരിക്കണം, അവനോടുകൂടെ ചേർന്ന് നടക്കണം. അതിനായിട്ട് നമുക്ക് പൂർണ്ണമായിട്ട് നമ്മളെ തന്നെ സമർപ്പിക്കാം. ലാസറേ പുറത്തു വരിക എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഓരോരുത്തരുടെയും പേരുകൾ ചൊല്ലി കർത്താവ് പിശാചിൻ്റെ കെണിയിൽ നിന്നും നമ്മുടെ എല്ലാ ദേഹിയുടെ മണ്ഡലത്തെയും വിടുവിച്ച് നമ്മുടെ ദേഹത്തിലേക്ക് സൗഖ്യം വരുവാനായിട്ട് നമുക്ക് അവൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തി കാൽക്കൽ വീഴാം. അവൻ്റെ കെട്ടഴിപ്പീൻ, അവൻ പോകട്ടെ എന്ന് പറയുന്ന കർത്താവിൻ്റെ ശബ്ദം കേൾക്കാം. കെട്ടഴിച്ച് കർത്തൃസന്നിധിയിലേക്ക് ചെന്നാൽ അവൻ പുതിയ മേലങ്കി ധരിപ്പിച്ച് നമ്മുടെ ദേഹിയെ ശുഭ്രവസ്ത്രധാരിയായി അലങ്കരിച്ച് അവൻ്റെ മണവാട്ടിയായി നിർത്തും എന്നുള്ള ഇമ്പകരമായ സ്വർഗീയ അവസ്ഥയിലേക്ക് നമുക്ക് എത്തിപ്പെടാം. ദൈവത്തിന് നമ്മളെല്ലാവരും സഹായിക്കട്ടെ. നമുക്ക് ഒരു നിമിഷം പ്രാർത്ഥിക്കാം. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. അടുത്ത വെള്ളിയാഴ്ച പത്തനാപുരം തേറായിൽ വെച്ച് ഭദ്രാസനത്തിൻ്റെ മുഴുവനായൊരു വചനപഠന ശുശ്രൂഷ നടക്കുന്നുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് എനിക്കങ്ങോട്ട് പോകേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് അടുത്ത വെള്ളിയാഴ്ച ഇവിടെ ഞാൻ ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾക്ക് വന്ന് ധ്യാനിക്കണമെങ്കിൽ ധ്യാനിക്കാം. എന്തായാലും യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പഠനം അടുത്ത ആഴ്ച ഉണ്ടായിരിക്കുന്നതല്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ പത്തനാപുരം തേറായിൽ ഒരു വചനപഠനത്തിൻ്റെ ശുശ്രൂഷയുണ്ട്. ശ്രീ സമാജത്തിൻ്റെ നേതൃത്വത്തിലാണ് എന്നാണ് എൻ്റെ വിചാരം. അതുകൊണ്ട് അടുത്ത ആഴ്ചത്തെ ശുശ്രൂഷ ഇവിടെ ഉണ്ടായിരിക്കുന്നതല്ല. അതിൻ്റെ അടുത്ത ആഴ്ച തൊട്ട് പതിവ് പോലെ തുടരുന്നതായിരിക്കും.